ജീവിതത്തിന്റെ സന്തോഷത്തിനും പ്രതാപത്തിനും സുരക്ഷ്യത്തിനും ആവശ്യമായ ആത്മീയമായ വിഭവശേഖരണത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയത്. എന്റെ പ്രിയങ്കനായ സുഹൃത്തും മലയാളക്കരയിലെ പ്രഭാഷണ വേദിയിലെ ശ്രദ്ധേയനുമായ ബഹുമാന്യനായ ബഷീർ ഫൈലി ഇങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് വിളിച്ചത്. അദ്ദേഹം നേരത്തെ ഇവിടെ ഒരുപാട് സേവനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പരിപാടിക്ക് അദ്ദേഹം അനൗൺസ് നടത്തിയെന്ന് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പുതുമയുള്ള സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും എനിക്കും സ്റ്റേജിലുള്ള മുഴുവൻ ഉസ്താദുമാർക്കും ദീനിനു വേണ്ടി ഖലാസോടുകൂടി പ്രബോധന വീഥിയിൽ മുന്നേറാൻ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും സൗഭാഗ്യവും അവന്റെ ഔദാര്യം കൊണ്ട് കനിഞ്ഞേകട്ടെ എന്ന് ആത്മാർത്ഥമായ ആരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന തെറ്റുകളും ന്യൂനതകളും എല്ലാം അല്ലാഹു പൊറുക്കുകയും പരിഹരിക്കുകയും ഭാവിയെ പാപമുക്തമാക്കാനുള്ള തഖ്വയുടെ ഈമാനിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചവും തെളിച്ചവും ഒക്കെ നൽകി അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ, വിശിഷ്യ ഈ പ്രദേശത്ത് ബർസഖിയ ലോകത്ത് കഴിയുന്ന വിശ്വാസിനികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പരിചയമില്ലാത്ത 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് ഉറ്റവരാൽ ഉടയവരാൽ ബന്ധുക്കളാൽ നാം താഴ്ത്തപ്പെടുമ്പോൾ റഹ്മാനായ റബ്ബ് മുത്തഖീങ്ങൾക്കുള്ള ആതിഥേയത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും സ്വീകരിക്കുകയും സന്തോഷിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ആഖിറം രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്ഥലം ദുനിയാവാണ്. ആലമുൽ അർവാഹിൽ നിന്ന് നമ്മളെ പഴപ്പിക്കാൻ ഇബ്ലീസ് ഉണ്ടായിരുന്നില്ല. അലസ്തു ബി റബ്ബിക്കും എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അവന്റെ മഹാ ഔദാര്യം കൊണ്ട് ബല എന്ന് വിളിച്ചു പറഞ്ഞവരാണ് നമ്മൾ. ആ ബലയുടെ പ്രകാശത്തെ തകർക്കാൻ ആലമുൽ അർവാഹിൽ ഒരു ദുശക്തിയുടെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ആലമുൽ ബുത്തൂൻ എന്ന് പറയുന്ന ഉമ്മയുടെ ഗർഭാശയത്തിലും അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കാൻ പൈശാചികമായ ദുസ്വാധീനം ഉണ്ടായിരുന്നില്ല. പിന്നെ പിശാച് ഒരു ചെറിയ സ്പർശനം നടത്തിയത് ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പാണ്. ആ സ്പർശനം കിട്ടിയ ഉടനെ ഭൂമിയിലേക്ക് കടന്നു വരുന്ന പയ്യൻ, ചോര പൈതൽ വാവിട്ട് കരയുകയാണ്. ഒരു കുഞ്ഞുമോൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ 9 മാസം കടന്നിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് കരയുന്നതിന്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ ഇതാണ് പറഞ്ഞത്: പൈശാചികമായ ചെറിയ സ്പർശനം ആ കുട്ടിക്കുണ്ടായി എന്നതാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മരിക്കുന്നത് വരെ പിശാചിന്റെ ശക്തമായ സ്വാധീനമാണ്. ഓരോ സെക്കൻഡിലും, ഉറക്കമാണെങ്കിലും ഉണർവാണെങ്കിലും, ഓരോ സെക്കൻഡിലും പിശാച് നമ്മെ പിടികൂടുകയാണ്. കാരണം നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ സ്വത്താണ്. ഏതാണത്? ഈമാനാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് നിധി കിട്ടിയാൽ കിട്ടിയ വകയിൽ സന്തോഷമുണ്ടെങ്കിലും ഞെട്ടൽ മാറുകയില്ല. നമുക്ക് നിധി കിട്ടിയെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൊള്ളക്കാർ നമ്മെ നോട്ടമിടും. അത് തട്ടിപ്പറിക്കാനും മോഷ്ടിക്കാനും അവർക്കാകാവുന്നതൊക്കെ അവർ ചെയ്യും. അതുകൊണ്ടാണ് കുറച്ചു മുമ്പ് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന ഒരു ബംഗാളിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്.
നിങ്ങൾ പേപ്പറിൽ വായിച്ചോന്ന് എനിക്കറിയില്ല. ഒരു ബംഗാളിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. ഉടനെ അദ്ദേഹം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയിട്ട് SI-നോട് പറഞ്ഞു, സാറേ എന്നെ കാക്കണം എന്ന് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, എനിക്കൊരു കോടി ലോട്ടറി അടിച്ചിരിക്കണെന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? നേരെ ഭാര്യ അടുത്തേക്ക് പോയിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? നേരെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ പായസം വെച്ചിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? പക്ഷെ ചെയ്തത് അങ്ങനെയല്ല. ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഭയം പ്രാപിച്ചു, എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം, എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നതാണ്. കേവലമായ 1 കോടി കയ്യിൽ വരുമ്പോഴേക്ക് പേടി തുടങ്ങുകയാണ്. കാരണം കൊള്ളക്കാരെ വട്ടമിട്ട് കറങ്ങും. ഒരു പക്ഷേ അത് തട്ടിയെടുക്കാൻ ഇദ്ദേഹത്തിന്റെ തല പോകും. അപ്പോ ആദ്യം വേണ്ടത് സംരക്ഷണ വലയം തീർക്കലാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മോനെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ 1 കോടി രൂപ കൊണ്ട് അദ്ദേഹത്തിനൊരു വീടുണ്ടാക്കാം, ഒരു 10 സെന്റ് ഉണ്ടാക്കാം. എത്ര വലിയ കൊട്ടാര സദൃശമായ പ്രവിശാലമായ കെട്ടുറപ്പുള്ള ശാസ്ത്രീയ സംവിധാനത്തിലൂടെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന പർവ്വത കൊട്ടാര സദൃശമായ വലിയ വീട് അദ്ദേഹം നിർമ്മിച്ചാലും ആ വീടിന്റെ കമ്പി തുരുമ്പ് പിടിക്കുന്നതാ, കുമായം പൊളിഞ്ഞു പോകുന്നതാ. ഇനി കുമായം പൊളിഞ്ഞു പോകാത്ത രീതിയിലാണെങ്കിലും തുരുമ്പ് പിടിക്കാത്ത കമ്പിയാണെങ്കിലോ ആ വീട്ടിൽ പാർക്കുന്ന മനുഷ്യൻ ഒരു ദിവസം കണ്ണടച്ചുകൊണ്ട് 6 അടി മണ്ണിലേക്ക് താഴുന്നതാ. കൊട്ടാരത്തിൽ നിന്നിറങ്ങിയിട്ട് മണ്ണറയിലേക്ക് മാറ്റപ്പെടുന്നതാണ്. സൗണ്ട് കൂട്ടിങ്ങളത് വലിയ സ്ഥലല്ലേ. അതുകൊണ്ട് കേവലമായ ഇക്കിളി സുഖത്തിന് വേണ്ടി മാത്രം പര്യാപ്തമായ ഒരു വീടുണ്ടാക്കാൻ ഉപകാരമുള്ള കാശിന് വേണ്ടി അദ്ദേഹം കളിച്ച കളി എത്രയാണ്. അഭയത്തിന് ആളെ കാണുന്നു, സംരക്ഷണത്തിന് കേണപേക്ഷിക്കുന്നു, പോലീസുകാരനോട് നെഞ്ചുപൊട്ടി കെഞ്ചുകയാണ്. എന്നാൽ മോനെ, മോളെ, നമ്മുടെ കൽബാകുന്ന അലമാരക്കകത്ത് അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളൊരു സ്വർണ്ണനിധിയുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സ്വർണ്ണനിധി സുബ്ഹാനല്ലാഹ്, ഇതുകൊണ്ട് യഥാർത്ഥ ജീവിതമായ പരലോകത്ത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൊട്ടാരമില്ലേ, അത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതല്ല, കുമായം പൊളിയുന്നതല്ല, പൊളിയുന്ന മാർബിളല്ല, തകരുന്ന ടൈൽസല്ല, മങ്ങുന്ന പെയിന്റല്ല, മറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? ജന്നത്താനി മിൻ ദഹബിൻ ആനിയതുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ദഹബി വജന്നത്താനി മിൻ ഫില്ലാഹ് ആനിയതുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ഫില്ലാഹ്. 2 സ്വർഗമാണ്, 2 തോട്ടമാണ്. ആ 2 തോട്ടത്തിലുള്ള കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെട്ടത് സ്വർണത്തിന്റെ ഇഷ്ടികകളെ കൊണ്ടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതൊന്ന് കുറച്ച് തുറന്നു വെച്ചാൽ നിങ്ങൾ, എനിക്ക് കിട്ടുന്നില്ല എന്റെ ശബ്ദം. നിങ്ങളോടല്ല, ഓപ്പറേറ്റർ ഇങ്ങോട്ട് സ്റ്റേജിക്കുള്ളൊന്ന് കൂട്ടി കൊടുക്കുക, എനിക്ക് കിട്ടുന്നില്ല. അവിടെ കൊണ്ടുവച്ചാൽ അങ്ങനെ ഉടക്കം വെക്കണ്ട സാധനം. ഞാൻ പറയണത് എന്താന്ന് എനിക്ക് മനസ്സിലാകണ്ടേ, അതെല്ലാം പ്രസംഗിക്കാൻ പറ്റും.
ഈമാനാകുന്ന നിധി തട്ടിയെടുക്കാൻ. അവിടെ നമുക്ക് പോലീസുകാർ വേണ്ടേ സംരക്ഷണത്തിന്, SI വേണ്ടേ, പട്ടാളക്കാർ വേണ്ടേ? എങ്കിൽ അതിൽ ഒരു വലിയ വിഭാഗമാണ് മഹാന്മാരായ ബദരീങ്ങൾ. അതാണ് നാം ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നത്. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സക്കറാത്തിന്റെ ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് അല്ലാ ശപിക്കപ്പെട്ട പിശാച് ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കാൻ സകല യന്ത്രമന്ത്ര തന്ത്രങ്ങൾ പയറ്റി പരമാവധി പരിശ്രമിക്കുമ്പോ അല്ലാഹുവേ ബദരീങ്ങളുടെ ഹഖ്ജാ ബറക്കത്തുകൊണ്ട് മദദ് കൊണ്ട് ഖൽബാകുന്ന കൊട്ടാരത്തിൽ നിന്ന് ഈമാൻ പറിച്ചെടുക്കാൻ പ്രത്യക്ഷ ശത്രുവായ ശപിക്കപ്പെട്ട ദുശക്തിയായ ഇബ്ലീസിന് അവസരം കൊടുക്കല്ല അല്ലാ. ഇബ്ലീസിന് അവസരം കൊടുക്കല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോ ഈമാനാകുന്ന നിധി നിങ്ങൾ നാളെ ഇതിവിടെ കൊടുന്നോക്കണം കേട്ടോ. നാളത്തെ പ്രഭാഷകന് പ്രയാസം ഉണ്ടാകണ്ട, അതിവിടെ കൊടുന്നോക്കണം നാളെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ വന്നോട്ടെ, ഞാൻ പ്രയാസം അയച്ചോളാം, നാളത്തെ കാര്യം അറിയാം. ഇതിവിടെ ഒന്നും അറിയണം കൂടില്ല, ഇതിവിടെ കണ്ടപ്പോൾ ഇത് ഒഴിഞ്ഞ സ്ഥലമല്ലേ, ഞങ്ങൾ തുറക്കണ്ടേ? ഇത് രണ്ടാ പറഞ്ഞ് ആര് പറഞ്ഞു തുറക്കാൻ പറ്റുള്ളൂ? ചിന്തിക്കണം. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ മതി ഇപ്പോൾ ലെവലായി. ആ പോയിന്റിൽ അങ്ങനെ നിന്നോട്ടെ കേട്ടോ, അവിടെ അങ്ങനെ നിന്നോട്ടെ, ആ പോയിന്റ് നിന്നോട്ടെ. ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. എനിക്ക് മുണ്ടല്ലേ ഞാൻ പറഞ്ഞോളാം. ശരി, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബാകുന്ന അലമാരക്കകത്ത് വെച്ചിട്ടുള്ള ഈമാനാകുന്ന നിധി ശപിക്കപ്പെട്ട പിശാച് തട്ടിയെടുക്കുമോ എന്നൊരു പേടിയും ആ പിശാചാക്കുന്ന കൊള്ളസംഘത്തിന്റെ തലവനും അവന്റെ ശിഖടികളാകുന്ന ശത്രുക്കളും തട്ടിയെടുക്കാനിരിക്കാനുള്ള ഒരു സംരക്ഷണ വലയും നമുക്ക് നിർബന്ധമാണെങ്കിൽ അതാണ് മഹാന്മാർ. SSLC പരീക്ഷ എഴുതുമ്പോൾ റാങ്ക് വാങ്ങുന്ന A+ വാങ്ങുന്ന കുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് സദാ 0 വാങ്ങുന്ന കുട്ടി അങ്ങ് ഇരുന്നുകൊണ്ട് ആ കുട്ടി എഴുതത് ഇങ്ങോട്ട് പകർത്തിയാൽ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജയിക്കും എന്നത് ഉറപ്പാണ്. എന്നതുപോലെ ഏതൊരു വിഷയത്തിനും ഒരു മോഡൽ വേണമെങ്കിൽ ഈ ഈമാനാകുന്ന സ്വർണ്ണക്കനി ഖൽബാകുന്ന അലമാറയിൽ നിന്ന് പിശാച് മോഷ്ടിക്കാതെ എങ്ങനെയാണ് പാലം കടക്കുക എന്നതിന് അല്ലാഹു നമ്മുടെ മുമ്പിൽ നൽകിയിട്ടുള്ള മോഡലാ, മാതൃകയാ. ബദരീങ്ങൾ മോനെ, ബദരീങ്ങൾ മോളെ. എന്തായിരുന്നു അവരുടെയൊക്കെ ചിന്ത? ഒരു കാലത്ത് കള്ള്, മണ്ണ്, പെണ്ണ്, പൊന്ന് എന്നതാ അവരുടെ ജീവിതമുദ്രയെങ്കിലോ ആ മഹാന്മാരായ ഒന്നുമറിയാത്ത ലോകം വലിച്ചെറിഞ്ഞിരുന്ന കാലത്ത് അപരിഷ്കൃതരായി കഴിഞ്ഞിരുന്ന കാട്ടറബ് സംസ്കാരത്തിന്റെ നീചമായ പ്രവർത്തനങ്ങളുടെ, മലീമസമായ സ്വഭാവങ്ങളുടെ, ഹീനമായ മോഹങ്ങളുടെ, കാട്ടിക്കൂട്ടലുകളുടെ, ബഹളാമയമായ കാടത്വത്തിന്റെ ആഴത്തിൽ തറച്ചുപോയിരുന്ന ഒരു വിഭാഗം മനുഷ്യന്മാരിലേക്ക് ഇറങ്ങിയിട്ട്
പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്തിന്റെ പ്രവർത്തനം അങ്ങ് പ്രാരംഭം കുറിച്ചപ്പോ കള്ള് മണ്ണ് എന്ന് പറഞ്ഞ് ഭ്രാന്തന്മാരെ പോലെ ഗതികെട്ട പ്രേതം പോലെ ഓടി നടന്നിരുന്നൊരു വിഭാഗത്തിന്റെ പേര് കേൾക്കുമ്പോഴാ ഇന്ന് നമ്മള് റളിയല്ലാഹു തആല അൻഹും എന്ന് ചൊല്ലുന്നതെങ്കിൽ പിന്നീട് ആ മഹാന്മാരാ മുത്തുനബി ലോകത്തിന്റെ മുമ്പിൽ എടുത്തു കാണിച്ചുകൊണ്ട് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന നിലയില് ലോകത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തിയതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടി, സംവിധാനത്തിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് മാതൃകയാക്കാൻ മുമ്പിലുള്ള ഒന്നാമത്തെ വിഭാഗം അത് ബദരീങ്ങൾ തന്നെയാണ്. അത് അസ്ഹാബ് മുഹമ്മദ്, അത് അസ്ഹാബ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി ഉറക്ക സലാത്തല്ലീം. അത് അസ്ഹാബ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ നമുക്ക് പുനഃപരിശോധനയില്ല, സംശയമില്ല, ശങ്കയില്ല, ആശങ്കയില്ല, സന്ദേഹമില്ല. അവരെ പിന്നാലെ കൂടിയാൽ സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ടാണ് മജ്ലിസ് നൂർ വ്യാപകമാക്കിയത്, ജനകീയമാക്കിയത്. ഈമാനിന്റെ നിലനിൽപ്പിന്റെയും സംവിധാനത്തിന്റെയും മാധ്യമമാണ് അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, സ്വഹാബാക്കളാണ് ഈ കേരളത്തിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്നത്. ആഴമേറിയ അതാ സമുദ്രത്തിലൂടെ കുതിച്ചു വരുന്ന തിരമാല കെട്ടുകൾക്ക് മുമ്പിൽ ഈമാൻ, ആ ഈമാനിന്റെയും തവക്കുലിന്റെയും ശക്തമായ സംവിധാനത്തിലൂടെ കാറ്റിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പായക്കപ്പലിലേറിയിട്ട് ആർത്തരച്ചു വരുന്ന തിരമാലയിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കള് ഈ കേരള തീരത്തേക്ക് അണഞ്ഞത് എന്തിനാ? ഇവിടെ കൊട്ടാരം കെട്ടാനല്ല, കച്ചവടത്തിന്റെ വികസനത്തിനല്ല, ഷെയർ മാർക്കറ്റ് തുടങ്ങാനല്ല, പച്ചക്കറി കട തുടങ്ങാനല്ല, ജ്വല്ലറി തുറക്കാനല്ല, ടെക്സ്റ്റൈൽസ് തുടങ്ങാനല്ല, സിറ്റി ഉണ്ടാക്കാനല്ല, മറിച്ച് കയ്യിലുള്ള പണവും തോട്ടവും വീടും കുടുംബവും ഒക്കെ മദീനയിൽ ഇട്ടെറിഞ്ഞുകൊണ്ട് ആ മഹാന്മാർ കേരളത്തിലേക്ക് അതുപോലെയുള്ള പ്രവിശ്യകളിലേക്ക് എത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രചരണത്തിനാണ്. അതിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അല്ലേ? നിങ്ങൾ ചിന്തിക്കും, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം ഞാൻ ഈ പറയുന്ന കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അള്ളാന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറഞ്ഞേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 1,00,000 ചില്ലാന സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മദീന, മക്ക മൊത്തം പരതിയാൽ ഒരു 10,000 സ്വഹാബാക്കളുടെ ഖബർ കാണൂല. മറ്റുള്ളവരൊക്കെ എവിടെ പോയി? മറ്റുള്ളവരൊക്കെ എവിടെ പോയി? നിങ്ങൾ ചിന്തിക്കണം. 10,000 സ്വഹാബാക്കൾ മൊത്തം പരതിയാൽ 10,000 സ്വഹാബാക്കളെ കാണൂല. മൊത്തം പരതിയാൽ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി പറയുന്നത്, മക്കയും മദീനയും മൊത്തം പരതിയാൽ ഒരു 10,000 സഹാബാക്കളെ ഖബർ കാണൂല. ബാക്കി 1,00,000 സഹാബാക്കൾ ഇവിടെ പോയിന്നു. എന്തിനു പോയി? അപ്പോഴാണ് നമ്മുടെ കടമയിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തല്. എന്തിനാണ് അവർ പോയത്? കുറെ കേരളക്കരയിലുണ്ട്. നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട് കുറെ, കോഴിക്കോട് ജില്ലയിലുണ്ട് കുറെ, കണ്ണൂർ ജില്ലയിലുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇതൊക്കെ കേരളത്തിലേക്ക് വന്നത് എന്തിനാണ്? എന്നിട്ട് അവരിവിടെ എന്താ ചെയ്തത്? അവരെന്തിനാ വന്നത്? അവരെന്താ ചെയ്തത്? കേരളത്തിലേക്ക് മാത്രമല്ല, ആഫ്രിക്കയിലേക്ക് പോയി. ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിലേക്ക് പോയി. എന്തിനു വേണ്ടി പോയി? എന്താ ചെയ്തത്? ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്.
വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തില്. ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലായി ആഫ്രിക്കയിലെത്തിയിട്ടുള്ള സഹാബാക്കൾ അതാ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയാ. ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അസ്ഹാബാ, ഞങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം വേണ്ട, കൊട്ടാരം വേണ്ട, ഞങ്ങൾക്ക് പ്രബോധനത്തിനുള്ള സൗകര്യം ചെയ്തു തരണോ? ആഫ്രിക്കക്കാര് പറഞ്ഞു, ഇവിടെ താമസിക്കാൻ സ്ഥലമില്ല, പാർക്കാൻ വീടില്ല, വേണമെങ്കിൽ നിങ്ങൾ ആ കാട്ടിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആഫ്രിക്കയിലുള്ള നീഗ്രോ വിഭാഗം ഒരു കുന്ന് കാണിച്ചു കൊടുക്കുകയാ. കൊടുങ്കാട് കൊണ്ട് മൂടിയ കുന്നാണ്. എന്താണ് അവര് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള കാരണം? ആ കാട്ടിലേക്ക് ആര് പോയോ അവര് തിരിച്ചു വന്നിട്ടില്ല, അവരുടെ മരണം ഉറപ്പാണ്. അങ്ങോട്ട് പോയവരെ തിരിച്ചു വരൂല, അവരുടെ മരണം ഉറപ്പാണ്. അങ്ങോട്ട് പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല, അവരുടെ മരണം ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു ഒഴിഞ്ഞ കാട് കാണിച്ചു കൊടുത്തു. കാരണം ഇവര് വന്നിട്ടാണ് പോയാൽ, തിരിച്ചു വരാതെ മരിച്ചു പോയാൽ നമ്മൾ ഉത്തരവാദികളല്ലല്ലോ. എല്ലാം പറഞ്ഞുകൊണ്ട് ആ കാട് വേണമെങ്കിൽ നിങ്ങൾ താവളാക്കിക്കോ, അല്ലാതെ ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഉഖബത്തു നാഫി റളിയല്ലാഹു അൻഹു പിറകിലേക്ക് നോക്കിയിട്ട് അനുയായികളോട് ചോദിച്ചു, നമ്മൾ എന്തിനു വന്നവരാണ്? നമ്മൾ ആരാണ്? നമ്മൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്. എന്തിനു വന്നവരാണ്? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്നവരാണ്. ഈ കാടും ഈ മലയും അവിടെയുള്ള മൃഗങ്ങളും മനുഷ്യനെ ആക്രമിക്കുന്ന കണ്ടാമൃഗങ്ങളും ചെമ്പുലികളും ആനയും സിംഹവും കരടിയും ഒക്കെ ആരുടെ സൃഷ്ടിയാണ്? ഇതൊക്കെ ആരുടെ സൃഷ്ടിയാണ്? ചിന്തിക്കണ, ആരുടെ സൃഷ്ടിയാണ്? അനുയായികൾ പറഞ്ഞു, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രചാരകരായിട്ട് കടന്നു വന്നവരാണ്. ആ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ കുന്നും കാടും മൃഗങ്ങളും തടസ്സമാവോ? അതൊരിക്കലും തടസ്സാവൂല. എന്നാ പിന്നെ ഞാൻ കയറുക, നിങ്ങൾ വരണോന്ന് വെച്ച്. ആളുകൾ കയറിയാൽ കടിച്ചു കീറി എല്ലുകൾ മാത്രം ചവച്ച് തുപ്പുന്ന അതിശക്തമായ അക്രമകാരികളായ മൃഗങ്ങളുടെ ലോകത്തേക്ക് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലായി മുഹമ്മദ് നബിയുടെ സഖാക്കൾ കയറുകയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബ് കയറുകയാണ്. ആകാശത്തിന്റെ അമ്പലിക്ക മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന കുന്ന് മാമലകളുടെ മുകളിൽ കയറിയിട്ട്, ഒരു കട്ടിയുള്ള പാറക്കല്ലിന്റെ മുകളിൽ കയറിയിട്ട് ക്യാപ്റ്റനായ ഉഖബത്ത് നാഫി റളിയല്ലാഹു തആല അൻഹു ഒരു അനൗൺസാണ്. ഏതാ അനൗൺസ്? പ്രഭാഷണത്തിന് നടത്തുന്ന അനൗൺസല്ല, മൃഗങ്ങളോടുള്ള വിളിച്ചു പറയലാണ്. ഓ പുലികളെ, സിംഹങ്ങളെ, കരടികളെ, പാമ്പുകളെ, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്താ. ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നത് ഭൗതികമായ താല്പര്യത്തിനല്ല, മറിച്ച് ദഅവത്തിന് വേണ്ടിയാണ്, ഈമാനിക സംവിധാനത്തിന്റെ പൂർത്തീകരണത്തിനാ, ഇരുട്ടിൽ ഈമാനിന്റെ വെട്ടം സൃഷ്ടിക്കാനാ. ഈ കാട്ടിലാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ആളുകളെ ആക്രമിക്കുന്നവരാണെന്ന് കേട്ടു, പലരെയും കൊന്നവരാണെന്ന് കേട്ടു. പക്ഷെ സൂക്ഷിച്ചോളണോ, ഞങ്ങൾ വന്നത് അള്ളാന്റെ ദീനിനാ, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാ, ഞങ്ങൾക്കിവിടെ ദീനൊന്ന് പ്രബോധനം ചെയ്യണോ. അതുകൊണ്ട് ഈ കാട്ടിൽ നിന്ന് ഇതാ പുലികളെ നിങ്ങളൊന്ന് ഇറങ്ങിത്തരണേ, സിംഹങ്ങളെ ഇറങ്ങിത്തരണേ, ചെമ്പുലികളെ മാറിത്തരണേ, ആനകളെ ഒഴിഞ്ഞു തരണേ, പാമ്പുകളെ ഓടിപ്പൊയ്ക്കോ എന്നൊരു പാറയുടെ മുകളിൽ കയറിയിട്ട് ക്യാപ്റ്റനായ ഉഖബത്ത് ബിൻ നാഫി അങ്ങ് വിളിച്ചു പറയേണ്ട താമസോ? അല്ലാ അല്ലാ, സിംഹങ്ങളതാ കുട്ടികളെ പേറി ഓടുകയാ, ആനകളതാ കുട്ടികളെ പേറി ഓടുകയാ, പുലികളതാ കുട്ടികളെ പേറി ഓടുകയാ, കടുവകളതാ തങ്ങളുടെ പുറത്ത് കുട്ടികളെയും കയറ്റി കയറ്റി കുട്ടികളെ പെറുക്കി ഓടുകയാ. വലിയ
വലിയ പാമ്പുകള് അവരുടെ ശരീരത്തിൽ കുട്ടികളെ ചുറ്റിയിട്ട് ഓടുകയാ. ചില മൃഗങ്ങളൊക്കെ ഉഖബത്തുൻ നാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സല്യൂട്ട് കാണിക്കുന്നത് പോലെ നടത്തുകയാ. ഈ ഒരൊറ്റ കാഴ്ച കണ്ടുകൊണ്ട് ആ നാട്ടിലുള്ള ആയിരക്കണക്കിന് ബർബരികള് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. കണ്ടോ പ്രബോധനം? കണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കണേ, കണ്ടോ നിങ്ങൾ പ്രബോധനം? ഈ ഒരൊറ്റ കാഴ്ച കണ്ടപ്പോ ആഫ്രിക്കൻ പ്രവിശ്യയിലെ നീഗ്രോകളായ ആയിരക്കണക്കിന് ആളുകൾ ഈ മഹാനായ ഉഖബത്തുൻ നാഫിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീപ്പൊരി പ്രഭാഷണം കൊണ്ടല്ല, ഒന്നുകൊണ്ടുമല്ല, മറിച്ച് കറാമത്ത് നേരിട്ട് കണ്ടുകൊണ്ടാ. ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ. ഇവിടെ സ്വഹാബാക്കൾ വന്നു. അവർ കായപ്പല്ല് വരുമ്പോ പായക്കപ്പൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ കടാരുണ്ടോ? വാളുണ്ടോ? രാസായുധമുണ്ടോ? ബോംബുണ്ടോ? ഒരു ഓലപ്പടക്കുണ്ടോ? ഒരു മുട്ടുസൂചി ഉണ്ടോ? ഒന്നുമില്ല. പായക്കപ്പല് ഫക്കീറന്മാരായ കുറെ ആളുകൾ കയ്യിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ തസ്ബീഹിന്റെ എണ്ണം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലി തിരമാലയോട് പടവെട്ടി കടന്നു വരുമ്പോ വാരൊട്ടിപ്പിടിച്ച ആ പട്ടിണി പാവങ്ങൾ കൊടുങ്ങല്ലൂർ തീരത്ത് വന്നുകൊണ്ട് കപ്പലിറങ്ങിയപ്പോ അവർക്ക് ഇളനീര് ചെത്തി കൊടുത്തത് ഇവിടെയുള്ള അയ്യപ്പനും പറങ്കോടനും രാമനുമാ. ഇളനീര് കയ്യിൽ കിട്ടിയ സമയത്ത് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, ഇത് ഏത് മരത്തിൽ നിന്ന് പൊട്ടിച്ചതാ? ആ മരത്തിന്റെ ഉടമയ്ക്ക് പൊരുത്തുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യമാണ് ആ ഇളനീര് കൊടുത്ത മനുഷ്യനെ മുസ്ലിം ആക്കിയത് എന്ന് ചരിത്രം പറയുകയാണ്. പ്രസംഗം മറ്റൊക്കെ വേറൊരു കാര്യമാണ്. പ്രസംഗിക്കണമെങ്കിൽ ആദ്യം അവർക്ക് മലയാളം അറിയണ്ടേ? അല്ലെ? പ്രസംഗിക്കണമെങ്കിൽ ആദ്യം മലയാളം അറിയണ്ടേ? കണ്ടപാടെ മുസ്ലിം ആവുകയാ. അതാണ് കാരണം. അവർ ഷാഹിദിന്റെ മുത്തബിയങ്ങളും ഷാഹിദിന്റെ സ്വഹാബുമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറാ. അവർ സിറാജൻ മുനീറായ, ഷാഹിദായ, മുബശ്ശിറായ, നദീറായ, മുഅല്ലിമുൽ ആലമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരാണ്. അവരെ കണ്ടപാടെ കടപ്പുറത്തുകാർ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. അങ്ങനെയാണ് പുതുസലാം, പുതുസലാം, പുതുമുസ്ലിം, പുതുസ്ലിം, അതവസാനം പൂസലാനായി മാറിയത്. കടപ്പുറത്തുകാർ ഈ മഹാന്മാരായ സ്വഹാബാക്കളുടെ ഹൈബത്തുള്ള വക്കാറുള്ള പ്രകാശമയമായ പുഞ്ചിരി കാണുമ്പോഴേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുകയാണ്. കാലം കുറെ കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസത്തി ഇന്ത്യയിൽ 1 കോടിയോളം മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം ഖാജ തങ്ങളുടെ സാന്നിധ്യമാ. ഖാജ തങ്ങളുടെ ഘോരമായ പ്രഭാഷണമല്ല, തീപ്പൊരി ഭാഷയല്ല, വർഗീയത ഇളക്കിവിടുന്ന ഘോരമായ ശബ്ദമല്ല, തീവ്രവാദത്തിന്റെ മൂർച്ചയുള്ള പ്രഭാഷണത്തിന്റെ വൈഭവമല്ല, മറിച്ച് ഖാജ തങ്ങളുടെ ചിരിയൊന്ന് കണ്ടാൽ 1000കണക്കിന് ആളുകൾ പറയുകയായി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖാജ തങ്ങളുടെ നടത്തം കണ്ടാൽ കണ്ടവൻ പറയുകയായി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണോ? ഇന്ന് ഏതാനും ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതിന്റെ പേരില് ചില പ്രബോധകന്മാരെ പിടിക്കപ്പെട്ടുകൊണ്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ആളുകൾ താൻ വഴി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ ഭീകരവാദിയാണെങ്കിൽ, തീവ്രവാദിയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി ഖാജ തങ്ങളാകേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കക്ഷിക്കാരും ഒരു പക്ഷത്തുള്ളവരും ഒരു മതക്കാരും ഖാജ തങ്ങളെ കാണുന്നില്ല. ഏതാളുകൾ മന്ത്രിസ്ഥാനം അലങ്കരിച്ചാലും, ഏത് മന്ത്രിമാര് മാറി മാറി വന്നാലും, മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അധികാരത്തിന്റെ അത്യുന്നത സോപാനത്തിൽ വിരചിക്കുന്ന ഏത് പ്രധാനമന്ത്രിമാരോ അജ്മീറിൽ പോകുന്നവരാ, പൂക്കൾ സമർപ്പിക്കുന്നവരാ, തൊട്ടുമുത്തുന്നവരാ. അജ്മീർ ദർഗയിലങ്ങ് പോയാ അവിടെ കുറിയിട്ട സ്വാമിയെ കാണാ, കുരിശിന്റെ മാലയുള്ള ജോസഫിനെ കാണാ, നെറ്റത്ത് കുറിയുള്ള ലക്ഷ്മിയെ കാണാ.
ഇതൊരു വർഗീയവാദിയാണെങ്കിൽ, ഒരു കൊടും ഭീകരനാണെങ്കിൽ 1 കോടിയോളം ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഇതാണ് കാരണമെന്ന് ചരിത്രബോധമുള്ള മനുഷ്യരെ, അങ്ങനെയുള്ളവൻ ഒരു കൊടും ഭീകരനാണെങ്കിൽ അവിടെ ആ മുസ്ലിമീങ്ങളെ കാണുമോ? ഇല്ല. അജ്മീറിൽ പോയോക്കൂ, ഹൈന്ദവ സഹോദരന്മാരുടെ, ക്രിസ്ത്യൻ സഹോദരന്മാരുടെ പട തന്നെ കാണാം. 4 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് കരുതിയിട്ട് അദ്ദേഹം ഭീകരനാണ് എന്ന് വരുത്തി തീർത്തത് ചില ആളുകളുടെ അപക്വമായ രീതിയാണ്. അവിടെയാണ് മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്ന് വിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിച്ചത് മഹാന്മാരായ താബീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നീട് കാലം മാറി വന്നു. ഈ കേരളത്തിൽ മഹാന്മാരായ സ്വഹാബാക്കള് അവരുടെ ഊർജം ചെലവഴിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് പാറപ്പള്ളിയുടെ പ്രവിശാലമായ കുന്നും പുറത്തേക്ക് അങ്ങ് പോയാൽ പറയപ്പെടുന്നു, ബദരീങ്ങളിൽ പോലും പങ്കെടുത്ത, ബദർ യുദ്ധത്തിൽ പോലും പങ്കെടുത്ത, ബദരീങ്ങളിൽ മെമ്പറായ മഹാന്മാരായ സ്വഹാബാക്കളുടെ ഖബർ വരെ അവിടെ പാറപ്പള്ളിയിൽ കാണാമെങ്കിൽ ആ പാറപ്പള്ളിയുടെ മലമുകളിൽ വന്നുകൊണ്ട് തമീമുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു എന്തിനാണ് കടന്നത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. സ്വഹാബാക്കൾ ഇവിടെ നടത്തിയിട്ടുള്ള പ്രബോധനമില്ലേ, അവരുടെ പ്രചാരണമില്ലേ, അവരുടെ ദഅവത്തില്ലേ, കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്ന വക്കിലെത്തിയപ്പോ രണ്ടാമത് അതിനെ സജീവമാക്കിയിട്ട് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഒരു വലിയ പ്രഭയായി കേരള മണ്ണില് കത്തിച്ചു വെച്ചത് പിന്നീട് മഖ്ദൂമുമാരാണ്. ആ മഖ്ദൂമുമാർ പൊന്നാനിയിൽ വന്നു. ആ മഖ്ദൂമുമാർ കേരളത്തിലും പുറത്തും വന്നു. വിശുദ്ധമായ ദീനിന് വേണ്ടി അവര് തൂലിക ചലിപ്പിച്ചു, അവരുടെ അധരങ്ങൾ ചലിപ്പിച്ചു, ദീനിനെ പ്രബോധനം ചെയ്തു. സുബ്ഹാനല്ലാഹ്. അതിനിടയിൽ പൊന്നാനിക്കാർക്ക് എന്ത് പ്രയാസം വരികയാണെങ്കിലോ, എന്ത് വൈഷമ്യം വരികയാണെങ്കിലോ, അത് മാരകമായ രോഗമാകട്ടെ, മാറാവ്യാധിയാകട്ടെ, അവര് സമീപിച്ചിരുന്നത് മഖ്ദൂമുമാരെയാ. അത് ശിർക്കാണെന്ന് അന്ന് ആരും പറഞ്ഞിരുന്നില്ല. വസൂരി ബാധിച്ചപ്പോ പൊന്നാനി കടപ്പുറത്തുകാരെ മാറാവ്യാധി പിടിച്ചുകൊണ്ട് ഗ്രസിച്ചപ്പോ അവര് മഹാനായ മഖ്ദൂം അരികിലേക്ക് ഓടി വന്ന് പരാതി പറഞ്ഞപ്പോ ആ മഹാനായ പണ്ഡിതനില്ലേ പേനെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങ് എഴുതുകയാ. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖില്ലാ വസമ്മാഹു മുഹമ്മദാ എന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങ് എഴുതിയപ്പോഴേക്ക് പൊന്നാനിയിൽ നിന്ന് മാറാവ്യാധി പമ്പ കടക്കുകയാ. അവർക്കന്ന് അബ്ദുറഹ്മാൻ ഐദറൂസി കൂട്ടുനിന്നോ ഭാരതത്തിന്റെ കൊച്ചോളങ്ങൾക്ക് പോലും മോമനിക്കാവുന്ന ഓർമ്മകൾ നൽകിയ മമ്പുറത്ത് തങ്ങൾ പാപ്പ പിന്തുണ നൽകി. നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച വെളിയങ്കോട്ടുമർക്കാളി ഒപ്പം നിന്നു. അങ്ങനെ അവരെല്ലാവരും സംയുക്തമായി പടവെട്ടി സ്ഥാപിച്ച ഈ ശരീഅത്തിന്റെ പ്രകാശമില്ലേ 921 വരെ പണ്ഡിത പാമര കുബേര കുചേല ഭേദമന്യ നിരാക്ഷേപം നടന്നുകൊണ്ടിരിക്കുമ്പോ 921 അന്യായമായ അതിനെ പിന്നെയും പല്ലിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ, അവമതിക്കാൻ, വിമർശിക്കാൻ ആളുകൾ വന്നപ്പോ വരക്കൽ മുല്ലക്കോറ്റങ്ങൾ എന്ന് പറയുന്ന മഹാമനീഷി പ്രായാധിക്യം അവഗണിച്ചുകൊണ്ട് രോഗങ്ങൾ മറന്നുകൊണ്ട് അതാ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്തുണ നൽകുകയാ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഒപ്പം നിൽക്കുകയാ. ഷാലിയാത്തി മമ്മൂമായി നിൽക്കുകയാ. പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഓടി വരികയാ. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ബാരി ഉസ്താദിന്റെ വലിയായ ആരിഫായ പിതാവായ മഹാനായ പണ്ഡിതന് ക്ഷീണം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പുറയിൽ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ ബാരി മുസ്ലിയാരെ സമ്മാനിക്കുകയാണ് സമസ്തയ്ക്ക് വേണ്ടി. അവരൊക്കെ ഏത് സമയത്തും ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടിയിരുന്ന മഹാന്മാരാണ്.
ഇത് മതി. ആന്ന് പിന്നെ നല്ലൊരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം സദസ്സിനോട്. അതായത് ഞാൻ പൊതുവേ ഇരുന്നിട്ടാണ് പ്രസംഗിക്കല്, ഇവിടെ അണീച്ചുന്നതാണ്. അതാതെ സ്റ്റാൻഡ് അടുത്ത് വെച്ചോളി. ഇത് ഒരു വലിയ സാഹസമൊന്നുമല്ല, പരന്ന സ്ഥലമുണ്ട്, വിശാല സ്ഥലമായതുകൊണ്ട് എത്ര ആളുകൾ ഇരുന്നാലും അറിയില്ല. എന്നാലും പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്, ആപേക്ഷികമായിട്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ കുറച്ച് കുറവാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് എണീറ്റെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായമുള്ളവർ എന്നോട് ക്ഷമിക്കണം, വലത്തേക്കും ഇടത്തേക്കും ബാക്കൊക്കെ നോക്കരുത്, ഓരോരുത്തർ കസേരയിട്ട് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് ഒന്ന് കണ്ട് വലിഞ്ഞെന്നോളി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വലിയ ശബ്ദത്തിൽ പറയും വേണ്ട, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പെട്ടത് അൽഹംദുലില്ലാ ഒക്കെ നല്ല മര്യാദ ഉള്ള ആളുകൾ. അള്ളാഹുവെ പ്രായമുള്ള ആളുകളടക്കം സഹകരിക്കുന്നുണ്ട്, ഇനി ഹൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. അള്ളാഹുവെ രോഗങ്ങൾക്ക് ശിഫയായി കൊടുക്കണേ അല്ലാ. ബോക്സിന്റെ നേരെ മുമ്പെന്ന് പിന്നെ പ്രായമുള്ളവരും കൊണ്ടൊന്ന് മാറിയാൽ മതി. ബോക്സിന്റെ നേരെ മുമ്പിൽ പ്രായമുള്ളവർ ഇരിക്കണ്ട. അവിടെ ഇരുന്നോളെ, അവിടെ ഇരുന്നോളെ. എല്ലാവരെയും സ്റ്റേജിക്ക് വിളിച്ചതല്ല കേട്ടോ. അല്ല അൽഹംദുലില്ലാ അടുത്ത് കൂടിയാല് വലിയൊരു ബർക്കത്ത്. അഞ്ഞ് തെറിച്ച് നിന്നിട്ട് ആരും വാള് കേൾക്കരുത്, ഈ സദസ്സിലേക്ക് കണ്ട് കൂടി ഇരുന്നിട്ട് വാള് കേൾക്കണം. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തിൽ ഈ വിഷയം നിങ്ങൾ ഉൾക്കൊള്ളണം, ഞാൻ ഉൾക്കൊള്ളണം. അള്ളാഹു നമുക്കൊക്കെ കൽബ് തുറന്നേറ്റേ. അള്ളാഹു നമുക്കൊക്കെ എന്താണ് നമ്മുടെ ബാധ്യത എന്നതിന്റെ തിരിച്ചറിവ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. വെറുങ്ങനെ നേരം വിളിക്കുക, വൈകുന്നേരം കുറെ തിന്നുക, കുറെ കുടിക്കുക, തിന്നതൊക്കെ കൊണ്ടുപോയി കൂട്ടുക, പുതിയ ലോഡ് പിറ്റേന്നും കയറ്റുക, കുറെ കഴിഞ്ഞ് അറ്റാക്ക് കുടിച്ചാണ് മരിക്കുക. ഇങ്ങനെയല്ല, നമുക്കൊരു കടമ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ കടമ മനസ്സിലാക്കാതെ പോയാൽ മുഴുവൻ ആളുകളും കുടുങ്ങിപ്പോകും. അതുകൊണ്ടാണ് അള്ളാഹു തആല കടമകളുടെ ബോധതലത്തിലേക്ക് നമ്മുടെ കൽബ് ഉയർത്തി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ, ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ച ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1,00,000 ചില്ലാനം സഹാബാക്കളിൽ 10,000 ആളുകളുടെ ഒരു 10,000 ആളുടെ ഖബറെ മക്കയിലും മദീനയിലും മൊത്തം പരതിയാൽ കാണുള്ളൂ. ബാക്കി 1,00,000 സഹാബാക്കൾ എവിടെ പോയി? എല്ലാരും കൂടി കേരളത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. എവിടെ പോയി? കേരളത്തിൽ തന്നെയും പല സഹാബാക്കളും കിടക്കുന്നത് മലക്കെട്ടിന്റെ ഇടയിലാണ്. നമ്മൾ സാധാരണ ഗൾഫ് പോയ ആളുകൾ പറയാറുണ്ട്, ഇനി മരിക്കാൻ എന്റെ പടച്ചോനെ, മദീനയിൽ വെച്ചുകൊണ്ട് ചില ആൾക്കാർ ദ്വാരക്കലുണ്ട്, മദീനയിൽ ജോലി ചെയ്യുന്ന മക്കത്ത് ജോലി ചെയ്യുന്ന ചില ആളുകൾ ദ്വാരക്കലുണ്ട്, പടച്ചോനെ നാട്ടിൽ വെച്ചുകൊണ്ട് മരിപ്പിക്കണേ എന്ന്. ഈ എവിടുന്ന് ജോലി ചെയ്യുന്നത് മദീനയിലാണ്, പക്ഷെ ഇവര് ദ്വാരക്കും, പടച്ചോനെ ഒഴിഞ്ഞ സ്ഥലത്ത് പ്രവാസ ലോകത്തെ എന്നെ ഇനി മരിപ്പിക്കല്ല റബ്ബേ, എന്റെ മരണം ഞാൻ ജനിച്ച മണ്ണിലാക്കണം. അങ്ങനെ നാടിനോടൊരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ദ്വാരക്കരുത്. മദീനയിലുള്ളവരും ഇവിടെ ഉള്ളവരെന്നെ അവിടെ പോയി മരിക്കാൻ ആഗ്രഹിക്കണം. കാരണം മദീന അങ്ങനെയാണ്. എന്റെ വിഷയം ഇപ്പോൾ അങ്ങോട്ടേക്കും കയറല്ല. അപ്പൊ സ്വയം മണ്ണ്, സ്വയം നാട്, ഇത് ഏത് മനുഷ്യന്റെയും പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വഹാബാക്കളൊക്കെ, മുസ്തഫ നബിയുടെ സ്വഹാബാക്കൾ നമ്മളെ നാട് പോലല്ലല്ലോ. അവരാ നാട് എങ്ങനെയായാലും ആഗ്രഹിക്കണ്ടേ? കാരണം മക്കയിലും മദീനയിലും റസൂലുള്ളാന്റെ ചാര കിടക്കാൻ ആർക്കാ ആഗ്രഹം ഇല്ലാത്തത്? എന്നിട്ട് അവരിങ്ങോട്ട് വരികയാണ്, ഓരോ ആഫ്രിക്കയിലേക്ക് പോവാണ്. ഭാര്യ കൂടെ ഇല്ല, കുട്ടികൾ കൂടെ ഇല്ല, കെട്ടിയവളില്ല, നാട്ടിലുള്ള സാമഗ്രികളില്ല, വിഭവങ്ങളില്ല, നാട്ടിലുള്ള ഇങ്ങോട്ട് വരുന്ന സമയത്ത് തോട്ടം കൊണ്ടുവരാൻ പറ്റുമോ? അന്ന് ഇന്നത്തെ പോലെ പറമ്പച്ചോടുണ്ടോ വിറ്റുകണ്ട് വരാൻ? നിങ്ങൾ പറയും സ്വല്പം സ്വർണം കൊണ്ടുവരാൻ പറ്റിയെന്ന് വരും, എന്നാലും കപ്പലിൽ സ്വർണ്ണേറ്റ് അവർ വന്നിട്ടില്ല. പക്ഷെ തോട്ടം കൊണ്ടുവരാൻ പറ്റുമോ? ഈത്തപ്പഴത്തോട്ടം. അത് മദീനയിൽ ഇട്ടിട്ട് വരികയാണ് കേരളത്തിലേക്ക്. ചിന്തിക്കണേ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. തലക്ക് അള്ളാന്റെ ദീനങ്ങ് കയറിയാൽ, പരലോകമങ്ങ് ക്ലിക്കായാൽ ഈ ദുനിയാവിന്റെ നിസാരത മനസ്സിലാക്കുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് വാളിന് വരുമ്പോ പുതുപന്നാനി പാലത്തിന്റെ തൊട്ടടുത്ത് വലത് ഭാഗത്ത് വെള്ളക്കുപ്പായം ഇട്ട് ചെരുപ്പ് ധരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളെ കണ്ടു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു.
സുബ്ഹാനല്ലാഹ്, ഒരു വലിയ പണ്ഡിതനായിരുന്നു. നരകമങ്ങ് തലയിൽ കയറിയിട്ട് തലച്ചോറങ്ങ് ബാലൻസ് തെറ്റിയതാണ്. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. ബാലൻസ് തെറ്റണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ മറ്റൊരു ലോകം മറക്കണ്ട, യാത്രയാണെന്ന കാര്യം മറക്കണ്ട. ഇവിടെ അതാ ശ്രദ്ധ മരിച്ചാൽ അപകടം ജനിക്കുന്നതാണ്. അത് റോട്ടിൽ മാത്രമല്ല, സിറാത്ത് മുസ്തഖീമാകുന്ന റോട്ടിലൂടെ റൂഹാകുന്ന ഡ്രൈവർ ശരീരമാകുന്ന ഈ വണ്ടിയെ ഇങ്ങനെ ഓട്ടിക്കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കണേ, ശ്രദ്ധ മരിച്ചാൽ അപകടം ജനിക്കുന്നതാണ്, റൂഹ് തകരുന്നതാണ്, ഈമാനങ്ങ് നശിക്കുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ ഈ ശരീരമാകുന്ന വണ്ടിയെ റൂഹാകുന്ന ഡ്രൈവർ സിറാത്ത് മുസ്തഖീമാകുന്ന റോട്ടിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രധാനമായി നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, ഈ സിറാത്ത് മുസ്തഖീമാകുന്ന ഹൈവേയിലൂടെ നേരത്തെ വണ്ടി തട്ടിമുട്ടാതെ ഈമാൻ പൂർത്തിയാക്കി സ്വർഗമാകുന്ന കരയിലേക്ക് കടന്ന മഹാന്മാർ നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്തവരുണ്ട്. അവരെങ്ങനെയാണ് ഡ്രൈവിംഗ് ചെയ്തത്, അവരെങ്ങനെയാണ് നിസ്കരിച്ചത്, അവരെങ്ങനെയാണ് നോമ്പ് നോറ്റത്, അവരെങ്ങനെയാണ് സക്കാത്ത് കൊടുത്തത്, അവരെങ്ങനെയാ ഖുതുബ നടത്തിയത്, അവരെങ്ങനെയാണ് ദീനിനെ സംസ്കരിച്ചത്, അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ വിശ്വാസം എന്താ, സംസ്കാരം എന്താ, അവരാണ് പിന്തുടരപ്പെടേണ്ട നേതാക്കള്. അവരുടെ പിന്നാലെ നമ്മളങ്ങ് സഞ്ചരിച്ചാൽ അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെയാ സ്നേഹിച്ചത് അവന്റെ കൂടെ തന്നെ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ അവരെ കൂടെ അങ്ങനെ പോയി കൊടുത്താൽ മതി അല്ലേ? അതാണ് അവരിൽ നിന്ന് പ്രബോധനം താവഴിയായി ഏറ്റുവാങ്ങിയ മഖ്ദൂമുമാർ. ഇവിടെ കൊളുത്തിയിട്ടുള്ള ഈ ദീപം, ഇത് പിശാച് ഊതിക്കെടുത്താതിരിക്കാൻ പിന്നീട് സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ 921 ഈ പ്രഭയെ ഊതിക്കെടുത്താൻ വേണ്ടി നാനാഭാഗങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും തന്നെ വിഷോൽപ്പന്നങ്ങള് ക്രമികൾ രംഗത്ത് വന്നപ്പോൾ വരക്കലുപ്പാപ്പാന്റെ നേതൃത്വത്തിലായി അന്നത്തെ വലിയ പണ്ഡിതന്മാർ രംഗത്തേക്കിറങ്ങുകയാണ്. എന്തിനു വേണ്ടി? മഹാനായ വരക്കലുപ്പാപ്പ സമസ്ത എന്ന ഈ കറാമത്തിന്റെ പ്രസ്ഥാനോ, ഈ കറാമത്തിന്റെ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച വരക്കലുൽപ്പാപ്പ ബഹുമാനപ്പെട്ട സമസ്ത സ്ഥാപിച്ച അന്ന് നടത്തിയിട്ടുള്ളൊരു ദുആയുണ്ട്. റബ്ബേ, ക്ഷീണമുള്ള ഞാൻ, പ്രായമുള്ള ഞാൻ, ഇവിടെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഞങ്ങള് ഈ എല്ലാവരും ഒരുമിച്ച് കൂടി സമസ്ത എന്ന പേരിൽ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത് പടച്ചവനെ നിനക്കറിയാ, അത് ഈമാനിന്റെ നിലനിൽപ്പിനാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഈ സമസ്തയെ കൊണ്ട് നീ നിന്റെ ദീനിനെ ഉറപ്പിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ദീനല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല, അത് നിനക്കറിയാമല്ലോ. അല്ല, ഈ സമസ്ത എന്ന സംവിധാനം കൊണ്ട് ഞങ്ങളുടെ നെയ്യത്ത് ദീനല്ല ദുന്യാവാണെങ്കിൽ ഈ പ്രസ്ഥാനത്ത് ഇവിടെ വെച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കണേ അല്ലാ എന്നാണ് വരക്കലുപ്പാപ്പ ദുആ ചെയ്തത്. എന്താ വരുന്നത്? പഠിച്ചോനെ, നമ്മളെന്താ കുറെ ആൾക്കാർ മനസ്സിലാക്കിയെന്നോ, സമസ്ത എന്ന് പറഞ്ഞാല് ഒരു ചെറിയ സംഘടന, ഒരു ഗ്രൂപ്പല്ല. ഇത് സത്യത്തിൽ ഗ്രൂപ്പല്ല. 921 ശേഷം കേരളത്തിൽ എന്താണ് സിറാത്ത് മുസ്തഖീം എന്ന് വെച്ചാൽ അതിനൊറ്റ മറുപടി ഉള്ളൂ, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാത്തത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാനുണ്ടാക്കാനോ മദ്രസ പൂട്ടാനോ തുറക്കാനോ ഒരു പള്ളിയിലോടുത്ത് വേറെ ചുമര് വെക്കാനോ എന്നിട്ട് വീടി വലിച്ചിരിക്കുക, ഇതിനൊന്നും ഉള്ളതല്ല. ഇത് വന്നത് നമ്മൾ നല്ലോണം നമ്മൾക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഇതെന്തിനാ വേറെ ഉള്ളവന്റെ മുമ്പിൽ പോയിട്ട് പണയപ്പെടുത്തുന്നത്? നമ്മളെ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചൂടെ? ഇതെന്തിനാണ് വന്നത്? ആ വന്ന വഴി നമുക്ക് മനസ്സിലായിക്കൂടെ? ഇത് ഗ്രൂപ്പല്ലല്ലോ, ഇത് വക്കാനുണ്ടാക്കാനുള്ളല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് മഹാന്മാരെ ആരിഫ്യങ്ങൾ ഔലിയാക്കൾ വരക്കലുപ്പാപ്പാന്റെ കൂടെ നിൽക്കുവോ? അവരൊക്കെ വലിയ വലിയ മഹാന്മാരല്ലേ. ആരാ ശാലിയാത്തി, ആരാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ?
ആരാ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി നിൽക്കുമ്പോ കേന്ദ്ര മുശാവറ അംഗത്തിൽ മെമ്പറായിരുന്നു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. അന്ന് മെമ്പറായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദ് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട ആളുകളാ. നിങ്ങളൊക്കെ കണ്ണിയത്ത് ഉസ്താദിന് മുമ്പിൽ പോയിട്ടുണ്ടാവും. ഞാൻ ദൂരെ നിന്നിട്ട് ആമീൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വരക്കലുപ്പാപ്പ സമസ്ത സ്ഥാപിച്ച ആ സമയത്ത് തന്നെ സമസ്തയിൽ മെമ്പറായിരുന്നു ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ. ഇത് നമ്മൾ മനസ്സിലായി. എന്തിനാണ് അവരൊക്കെ പിന്നാലെ കൂടിയത്? ആരാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്നെ ആരാണ്? താൻ ജനിച്ച സമയത്ത് പകലിന്റെ നട്ടുച്ചയില് വരക്കലുപ്പാപ്പ പ്രസവിച്ച് വീണ ആ വീടിന്റെ മുകളിലതാ ആകാശത്ത് നക്ഷത്രം തിളങ്ങുകയാ. കോഴിക്കോട്ടെ ആജയമാര് അത് കാണുകയാ. നാട്ടുകാര് കണ്ട് അത്ഭുതപ്പെടുകയാണ്. പകലില് നക്ഷത്രം ഉണ്ടാവോ? ഉണ്ടാവൂല. പക്ഷെ വരക്കലുപ്പാപ്പ ജനിച്ച പകലില് വീടിന്റെ മുകളിൽ നക്ഷത്രം ഇങ്ങനെ തിളങ്ങിക്കുക. കാരണം എന്താണ്? ഈ വന്നു വീണത് ഒരു നക്ഷത്രമാണ് എന്നതിലേക്ക് സിഗ്നൽ അള്ളാഹു ആകാശത്ത് കാണിക്കുകയാണ്. ചിലപ്പോ അങ്ങനെ ചെയ്യാമല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്നപ്പോ എന്തെല്ലാം അത്ഭുതങ്ങൾ ഭൂമിയിൽ ഉണ്ടായി. ചിന്തിക്കണേ. ആ മഹാനായ വരക്കലുപ്പാപ്പ സമസ്ത എന്നത് സത്യത്തിൽ ഒരു കപ്പലാണ്. ഇവിടെ ബിദ്അത്തിന്റെ സുനാമി ഉണ്ടായപ്പോ മഹാനായ വരക്കലുപ്പാപ്പാന്റെ നേതൃത്വത്തിലായി മലയാളക്കരയില് ഈമാനില്ലാതെ മുങ്ങിപ്പൊങ്ങുന്ന മനുഷ്യന്മാരെ പിടിച്ചു കയറ്റാൻ മഹാനായ വരക്കലുപ്പാപ്പ നിർമ്മിച്ച കപ്പലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാ. ആ കപ്പലിൽ കയറിക്കൂടിയത് അന്ന് ലോകം കണ്ട വലിയ പണ്ഡിതന്മാരുടെ നിര തന്നെയാണ്. അവരൊക്കെ ഔലിയാക്കളായിരുന്നു. ഇന്നത്തേത് പോലെയല്ല. വേഷം കൊണ്ട് അഹങ്കരിക്കുന്നവരല്ല, ഉദ്യോഗം കൊണ്ട് ധിക്കാരം കാണിക്കുന്നവരല്ല, വിദ്വേഷ പ്രസംഗം നടത്തുന്നവരല്ല, വക്കാണം ഹോബിയാക്കിയവരല്ല, സംഘടന ഉപജീവന മാർഗമാക്കിയവരല്ല. മറിച്ച് പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് റക്അത്തുകൾ നിസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കടന്ന് കരയുന്ന ആ മുത്തഖീങ്ങളില്ലേ, മഴയില്ലാത്ത സ്ഥലത്ത് പോയി കൈയുർത്തിയാൽ അവിടെ മഴയായി. മാരക രോഗികളുടെ നെഞ്ചത്തൊന്ന് കൈതട്ടിയാൽ അവരുടെ മാരക രോഗം മാറലായി. പ്രസവേദന കൊണ്ട് കട്ടപ്പെടുന്ന പെണ്ണിന് വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ സുഖപ്രസവമായി. കടക്കണി കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊരു ദിക്ർ പറഞ്ഞു കൊടുത്താൽ അവരുടെ കടം വീടുകയായി. ഇങ്ങനെ അല്ലദീന ഇദാ റൂ ദുക്റല്ലാഹ്, കണ്ടാൽ കാണി തന്നെയും അല്ലാഹ് എന്ന ബോധത്തിലേക്ക് വരുന്ന യഥാർത്ഥ ഔലിയാക്കളുടെ ഒരു വലിയ പട തന്നെ വരക്കലുപ്പാപ്പാന്റെ പിന്നില് താഴ്മയോടെ കൂടുകയാണ്. അവരിൽ ഒരാൾക്കും തന്നെ ഇവിടെ വരക്കലുപ്പാപ്പയുള്ള പ്രസിഡന്റ് ആകേണ്ടത് ഞാനാണെന്ന് ചിന്ത വന്നില്ല. അല്ലെങ്കിൽ എന്താ എന്നെ സെക്രട്ടറി ആക്കിയാലെന്ന അസൂയ വന്നില്ല. സിറാത്ത് മുസ്തഖീമില് പകയില്ലാതെ, ദേഷ്യമില്ലാതെ, സംഘർഷ വിചാരമില്ലാതെ, സംഘടന മനോഭാവമില്ലാതെ, അസൂയയുടെ നാമ്പെടുക്കാതെ, ഐക്യത്തോടെ വിശാല മനസ്കതയോട് ഉമ്മത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി അവർ കൂടെ നിൽക്കുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊന്നും ചെറിയവരല്ല, വലിയ വലിയ ആളുകളാ. എന്നാ പിന്നെ ഒരാൾക്ക് തോന്നിയ ഇവിടെ പ്രസിഡന്റ് ഞാനാണ്ടെന്ന്, അതൊക്കെ പിന്നെ വന്നതാണ്. അന്നൊന്നും തോന്നിയില്ല. കാരണം അന്ന് ലക്ഷ്യം ദീനാണ്. അല്ലാതെ കുമ്പ വീർപ്പിക്കലല്ല. അന്ന് ലക്ഷ്യം ദീനാണ്. ലക്ഷ്യം ദീനായ കാലത്ത് ഇവിടെ ഒരു പരാതിയില്ല. അവരൊക്കെ കടത്ത ആൾക്കാരാണ്. ഓരോരുത്തർക്കാണ് എന്തിച്ച അങ്ങനായിരുന്നു, ഓരോരുത്തരാണ് എന്തിച്ച ആകെ സുപ്പല്ലേ. പക്ഷേ എല്ലാരും ബാക്കിൽ നിന്നോടുത്തു. ചിന്തിക്കണേ, കാലം എങ്ങനെ വന്നു. അവരൊക്കെ ആരാന്ന് നമ്മൾ മനസ്സിലാക്കിയത്? കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കുട്ടികളെ മുത്താലിമീങ്ങളായിട്ട് ഇങ്ങനെ പോവാണ് കല്യാണത്തിന്. കുത്തുബി മുഹമ്മദ് ഉലിയാരെ അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കാൽമ ഒരു വലിയ പാമ്പ് വന്ന് കയറി കടിച്ചു, ഒരു മൂർഖൻ. അപ്പൊ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. കുത്തുബി മുഹമ്മദ് നോക്കി എന്തേന്ന് വെച്ചു, കാൽമ പാമ്പ് എന്ന് പറഞ്ഞു. കടിച്ചിങ്ങനെയൊക്കെയാണ്. നമ്മളാണ് എന്തുണ്ടാവും, പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് തലച്ചോറിലേക്ക് വിഷം കയറാൻ കാരണം എന്താരോ, പേടിച്ചിട്ടാണ്. പേടിയില്ലെങ്കിൽ കുറച്ചൊക്കെ പിടിച്ചിക്കാൻ പറ്റും. പേടിച്ചാൽ നേരാണ് കയറിയിട്ട് അപ്പം തന്നെ പടഞ്ഞു വീഴും. നമ്മളാണെങ്കിൽ ഈ പാമ്പിനെ കണ്ട കുട്ടികളൊന്നും പാമ്പ് എന്ന് പറഞ്ഞു. കുത്തുബി മുഹമ്മദ് എന്താ പറയുക, അതിന് ഞങ്ങൾ കരയണ്ട, പാമ്പിന്റെ വിഷം എനിക്ക് കയറൂല, എന്റെ വിഷം പാമ്പിനെ കയറുള്ളൂ എന്ന് പറഞ്ഞു. പാമ്പിന്റെ വിഷം എനിക്ക് കയറൂല,
എന്റെ വിഷം പാമ്പിനാണ് കയറുന്നത്. കാരണം ഞാൻ ഹദ്ദാദ് പതിവാക്കുന്ന ആളാ. ചിന്തിക്കണേ, ഉമ്മാരെ, അങ്ങനെയുള്ള ഉമ്മാരെ വീട്ടിലുണ്ടായിരുന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. أعوذ بكلمات الله التامات من شر ما خلق أصلح الله أمور المسلمين صرف الله شر المؤذين يا ذا الجلال والإكرام أمتنا على دين الإسلام. അങ്ങനെ ചൊല്ലി വീടിൽ ഗ്രഹാന്തരീക്ഷം ഭംഗിയാക്കിയിരുന്നു മൊക്കനിട്ട വൃദ്ധകളായ പടുവൃദ്ധകളായ ഉമ്മമാർ. അന്ന് ക്യാൻസർ ഇല്ല, അറ്റാക്ക് ഇല്ല, പന്നിപ്പനിയില്ല, പക്ഷിപ്പനിയില്ല, ഡെങ്കിപ്പനിയില്ല, തക്കാളിപ്പനിയില്ല, ഒന്നുമില്ല, ഒരു പനിയില്ല, ഒന്നുമില്ല. അന്ന് പെട്ടെന്നുള്ള മരണമില്ല. ഇന്നിപ്പോ ആരങ്ങളൊക്കെ 23-ാമത്തെ വയസ്സിൽ കസേര ഇരുന്ന് നിസ്കാരം തുടങ്ങി അല്ലേ? ഇപ്പൊ പള്ളിയിലൊക്കെ കസേര കൂടിയല്ലോ. 25-ാം വയസ്സിൽ കാൽമക്ക് നീരിറങ്ങുക, 22-ൽ ഊരമക്ക് ചോര ഇറങ്ങുക, 30-ൽ കണ്ണുക്ക് പിന്നെ നീരിറങ്ങുക, പിന്നെ റുക്കൂക്ക് പോകാൻ വയ്യ, സുജൂദ് പോകാൻ വയ്യ. ആര്? ചെറുപ്പക്കാർ. ഞമ്മക്കൊക്കെ ഇനി കൂടുതൽ വയസ്സുണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 23 വയസ്സിൽ കസേരയിരുന്ന് നിസ്കാരം തുടങ്ങി. അങ്ങക്ക് അങ്ങനെ 60 വയസ്സ് വരെ പോകാൻ പറ്റുമോ? പഴയ കാലത്ത് കുറച്ചൊക്കെ കിട്ടിയിരുന്നു. അതന്നെ ഈ ഉമ്മത്തിന് ആകെ ഉള്ളത് ഒരു 60 കൊല്ല. 60 കൊല്ലത്തിൽ 30 കൊല്ലം ഉറങ്ങാന്ന് പറഞ്ഞാൽ ഹയാത്തിലില്ല, തക്ലീഫില്ല, മരിക്കാണ്. പിന്നെ 30 കൊല്ലം ഉള്ളത്. ആ 30 കൊല്ലത്തിൽ 15 കൊല്ലം അന്തല്ലാതെ ഓടി നടക്കാണ്, പക്വതയില്ലാത്ത പ്രായം. പിന്നെ ബാക്കിയുള്ള 15 കൊല്ലാണ്. ആ 15 കൊല്ലത്തിൽ മൊത്തം നമ്മൾ ചിരിച്ച കാലങ്ങളെ കൂടി കണക്കൂട്ടുകയാണെങ്കിൽ 2-3 കൊല്ലം ചിരിച്ചിട്ടുണ്ടാവില്ലേ? ചിരിക്കുമ്പോ അന്തണ്ടാവില്ലേ? ചിരിച്ചങ്ങനെ ഇരിക്കല്ലേ? അപ്പൊ അമലൊന്നും നടക്കൂലല്ലോ. അപ്പൊ 2.5 കൊല്ലം ചിരിച്ചിട്ടുണ്ടാവൂലേ? അല്ല, 60 കൊല്ലത്തിൽ 2.5 കൊല്ലം ചിരിച്ചിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ പിന്നെ എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ട്? 15 അങ്ങനെ പോയി. ആ 15-ൽ 2.5 കൊല്ലാണ്ട് ഒഴിവാല് പിന്നെ എത്ര ഉണ്ട്? 12.5. ഈ 12 കൊല്ലത്തില് കുറച്ചതൊന്ന് കണക്കൂട്ടി നോക്കാണേ. കുറക്കുമ്പോ ദിക്കറല്ലൂലല്ലോ. അല്ല, ഒരു 6 മാസം കുറച്ചിട്ടുണ്ടാവൂലേ? ശ്വാസം മുട്ടി കിടക്കണവരും കുരയുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇടക്കിടക്ക് ബർക്കത്തിന് കുറക്കണേ നമ്മളെ കാര്യം അറിഞ്ഞത്. മറ്റൊരു പിന്നെ കുറച്ചുകൊണ്ട് തന്നെയാണ്. ഒരു 6 മാസം കുറച്ചിട്ടുണ്ടാവും. അപ്പൊ 12 കൊല്ലം ഇല്ലേ? ഈ 12 കൊല്ലത്തില് ബാത്റൂം പോയത് ഇറങ്ങി എന്നതും മൂത്രമൊഴിച്ചതും മറ്റോ കൂടി ആ കൂടി കണക്കൂട്ടി നോക്കണേ എത്ര ഉണ്ടാവും? അല്ല, നിങ്ങൾ കണക്കൂട്ടിയൊക്കെ എത്ര ഉണ്ടാവും? ഈ പരിപാടി നിങ്ങൾക്ക് ഇല്ലേ? അല്ല, ആ പരിപാടി നിങ്ങൾക്ക് ഇല്ലേ? പിന്നെന്താ എന്നെ തുറച്ചു നോക്കണ്? ഇത് ഞാൻ മാത്രമുള്ള ഒരു ജന്തുവിന്റെ മാതിരി. ഞമ്മക്കൊക്കെ ഉള്ള പരിപാടിയല്ലേ പറഞ്ഞത്. എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂലെങ്കിൽ വേറെ ആരെങ്കിലും പകരം വിടാം. ഞാൻ വളരെ ക്ഷീണിതനാണെന്ന് പ്രസംഗിച്ചു വരും എന്നിട്ട്. പക്ഷെ എനിക്ക് മൂത്രയിക്കാൻ മുട്ടിയാല് ഞാൻ ക്ഷീണിതനായി ഒന്ന് ഒഴിച്ചു വന്ന് പറഞ്ഞാൽ നടക്കുവോ? ഞാൻ തന്നെ പോണ്ടേ? പിന്നെ ഞങ്ങളെല്ലാരും കൂടി എന്നെ തുറച്ചു നോക്കണെന്ന്. അപ്പൊ ആ മൂത്രമൊഴിച്ചതും മറ്റുള്ള 1, 2 ഒക്കെ കൂടി കണക്കൂട്ടിയോ 2 കൊല്ലം അതിനും പിടി. ഇപ്പൊ എത്ര കൊല്ലം ഉണ്ട്? 10 കൊല്ലം. ഈ 10 കൊല്ലത്തില് ഒരു പുറത്തല്ലാതെ അന്തം വിട്ടുന്ന സമയം ഉണ്ടാവും. നമ്മളുണ്ടല്ലേ, എന്താ ഒന്നല്ല ആഴ്ച ഇവിടെ ഉണ്ടല്ലേ, ഇങ്ങനെ നിൽക്കണ ഓഫലത്തിന്റെ ചില സമയം ഉണ്ടാവും. ഏത് നല്ലവർക്കുണ്ടാവും ചിലപ്പോൾ ആ സമയം. വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, വെറുതെ അങ്ങനെ അന്തം വിട്ടുക. അതൊരു ഒരു കൊല്ലാണ് കണക്കൂട്ടിക്കോളൂ. കാരണം എപ്പോൾ അന്തം വിടൽ തന്നെ ഉള്ളു. ഇപ്പോ ഗാനമേളന് പോയിരിക്കുക, സിനിമയിൽ പോയിരിക്കുക, ഇതൊക്കെ കൂടി കണക്കൂട്ടി പിന്നെ ഒന്നും ഉണ്ടാവില്ല. മിതമായിട്ട് എടുക്കണ ഒരു കൊല്ലം എടുത്തോളൂ. ബാക്കി ആകുള്ളത് എത്രയാ? 50? 9 കൊല്ലം. ഈ 9 കൊല്ലത്തില് നമ്മൾ തമാശ പറഞ്ഞതും അള്ളാൻ ഓർമ്മയില്ലാതെ ജീവിച്ചതും ഭക്ഷണം കഴിച്ചതും ഇതൊക്കെ കൂടി ഒരു കൊല്ലാണ് കണക്കൂട്ടി. ബാക്കി എത്ര ഉള്ളത്? 8 കൊല്ലം. സ്വർഗത്തിന്റെ വാതിലിൽ തന്നെ എത്ര? 8. ഈ 8 കൊല്ലം മട്ടത്തിൽ അധ്വാനിച്ചിട്ട് വേണം ആ 8 വാതിലുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകാൻ. ആകെ കണക്കൂട്ടി 8 കൊല്ലം ഉള്ളൂ. മുമ്പൊക്കെ 1000 കൊല്ലം ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരു മഹാനായ മനുഷ്യന് ചെറിയൊരു പർണശാല കെട്ടിയിട്ട് അതിലിങ്ങനെ ഇബാദത്ത് ചെയ്ത് കരയാണ്. വേറെ പണിയൊന്നുമില്ല. അതിലിങ്ങനെ റുക്കൂ സുജൂദ് കരച്ചില്. അപ്പൊ നൂഹ് നബി പറഞ്ഞു, നിങ്ങളിപ്പോ ഇബാദത്തിന് ഒഴിയില്ലാന്ന് ഉറപ്പാണ്, എപ്പോഴും ഇബാദത്താണ്. എന്നാലും നിങ്ങൾക്ക് കാറ്റടിച്ച പൊളിഞ്ഞു മാത്രം നല്ലൊരു പോര ഉണ്ടായിക്കൂടെ എന്ന് വെച്ച്. ഏതായാലും ഇബാദത്തിന് കച്ചേട്ടി ഇറങ്ങിയ ആളാണ്. എന്നാലും സംരക്ഷണത്തിന് ഇത്തിരി സുശക്തമായ നല്ലൊരു സംവിധാനമുള്ള ഒരു ചെറിയ വീട് കെട്ടിയാല് പെട്ടെന്ന് മഴയതാ ചോർന്ന് കളിക്കൂല, കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകൂല, പിന്നെ ഉറുമ്പുകൾ ഒന്ന് പ്രകടനം നടത്തൂല, എലികളുടെ ലാൻസ് കളിക്കൂല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സുരക്ഷയായിട്ട് ഇബാദത്ത് ചെയ്ത് കഴിയാ. ഒരു പൊര ഉണ്ടായിക്കൂടെ, ഈ പൊളിഞ്ഞാടാനാ ഷെഡ് കെട്ടണമെന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നൂഹ് നബിയെ നിങ്ങൾക്ക് എന്തിന്റെ കാറ്റാ? ആകെ ഈ ദുന്യാവിൽ ഞാൻ 1000 കൊല്ലല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ച്. എങ്ങനെ 1000? ആകെ ഈ ദുന്യാവില് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ആകെ ഈ ദുന്യാവില് ഞാന് 1000 കൊല്ലല്ലേ ഉണ്ടാവുള്ളൂ. അതിനിവിടെ പൊര ഉണ്ടാക്കാൻ സമയം ഉണ്ടോന്ന്. ആ മനുഷ്യനെങ്ങാനും നമ്മൾ ഇന്നുണ്ടാക്കിയ പോരൊക്കെ കണ്ടാല്, അല്ല ബാക്കി ഞാൻ പറയണില്ല. ആകെ ഇവിടെ 1000 കൊല്ലല്ലേ ഉണ്ടാവും. അവിടെ പൊരണ്ടാക്കി കളിക്ക.
അപ്പൊ നൂഹ് നബി പറഞ്ഞു ആ ശരി തന്നെയാണ്. ആ മനുഷ്യനെങ്ങാനും ഇന്നും കണ്ട് ഇറങ്ങി എന്നിട്ട് നമ്മളെ പോരന്റെ മുൾക്കൊന്ന് നോക്കിയാൽ നമ്മളെ കുറിച്ച് എന്താ പറയാ? എ ക്ലാസ് ഭ്രാന്തന്മാരെന്നാ പറയാം. ഭ്രാന്താലയത്തിൽ അന്തേവാസികൾ എന്താ പറയാ. എന്നിട്ട് ഇപ്പൊ നമുക്ക് പോരണ്ടാക്കിയിട്ട് വലിപ്പം മതിയാകുണ്ടോ? എനിക്കറിയാം 10ഉം 15ഉം വെച്ച് കൊല്ലം പുരകൾ മേടി ഉണ്ടാക്കണ മുതലാളിമാരെ എനിക്കറിയാം. ഒരു പണിയില്ല, തൂണുണ്ടാക്കാൻ പൊളിക്കുക, ചുമരുണ്ടാക്കാൻ പൊളിക്കുക, പെയിന്റ് മാറ്റാൻ പൊളിക്കുക, ഇങ്ങനെ അവസാനം അങ്ങനെ അറ്റാ കുടിച്ചാണ് പോകണം. എന്താ പണിയുള്ളത്? പുരണ്ടാക്കി കളിച്ചു, വേറെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ചിന്തിക്കണേ, നമുക്കെല്ലാവർക്കും കൂടി താമസിക്കാൻ കുറച്ച് കട്ടുറപ്പുള്ള ഒരു പുരണ്ടാക്കണ്ടെന്നൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ പണി എന്താണ്? ഇവിടെ ചിന്തിക്കണേ. എന്നാൽ സമസ്തയുടെ ആലിമീങ്ങൾ എവിടെ എന്ത് ചെയ്തു? മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സുബ്ഹാനല്ലാഹ് അങ്ങാടിയിലേക്ക് അങ്ങ് പോവുകയാണ്. അന്നത്തെ പ്രത്യേകമായ പഴയ ജീപ്പില് അങ്ങാടിയിൽ പോയിട്ട് ആളുകളെ തട്ടിക്കൂട്ടിയിട്ട് നരകം പറഞ്ഞു കൊടുത്തിട്ട് പതിയങ്ങ് കരയുകയാ. നരകം കേട്ടവര് കരയുകയാ. അതിൽ വ്യഭിചാരികൾ ഇനി വ്യഭിചരിക്കൂല എന്ന് തീരുമാനമെടുക്കുന്നു. കള്ളുകുടിയന്മാർ കള്ളു കുടിക്കൂല എന്ന് തീരുമാനമെടുക്കുന്നു. പതി അപ്പുറത്തെ അങ്ങാടിയിൽ പോയിട്ട് ആളുകളെ തട്ടിക്കൂട്ടി വാള് പറയുന്നു. ഇന്നത്തെ പോലത്തെ വാളല്ല, കട്ടിയുള്ള കവർ മോഹിച്ചുകൊണ്ട് തൊണ്ടമോഹികളുടെ ജാക്കി പ്രോഗ്രാമിൽ കയറിയിട്ട് പാതിരാവിന്റെ അട്ടഹാസം മുഴക്കിയിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് ജൈത്രയാത്ര നടത്തുന്ന ഈ എന്നെ പോലെയുള്ള പ്രഭാഷകന്മാരല്ല, അള്ളാന്റെ ദീന് പറയുന്ന മഹാന്മാരാ. അവരാരെ കരുതിയിട്ടാ പോയത്? ചിന്തിക്കണേ. ഞാൻ പ്രസംഗത്തിനെ കൊച്ചാക്കുകയല്ല, ഞാനും പ്രഭാഷകനാണ്. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ദീനിന് ഇഖ്ലാസോടെ ദഅവത്ത് നടത്താൻ തൗഫീഖ് നൽകട്ടെ, ഇഖ്ലാസ് ഊട്ടി ഉറപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഹദ്ദാദ് പതിവാക്കുന്നവനാ, അതുകൊണ്ട് പാമ്പിന്റെ വിഷം എനിക്കേൽക്കൂല, എന്റെ വിഷം പാമ്പിനേൽക്കുന്നതാണ്. പാമ്പിന്റെ വിഷം കണ്ടുണ്ടാവില്ല, എന്റെ വിഷം അവിടെ ഏൽക്കൊള്ളുന്നത്. കല്യാണത്തിന് പോയി തിരിച്ചരുമ്പോ ഈ പാമ്പുണ്ട് റോഡരികിൽ ചത്ത് കിടക്കുന്നുണ്ട്. വയല മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ്, ആ പാമ്പ് ചത്ത് കിടക്കുന്നുണ്ട്. ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ആ സമസ്തന്റെ ഒരു തൂണ്, ചെറിയ ആളുകളൊന്നുമല്ല. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്, ബഹുമാനപ്പെട്ട പാങ്ങിലെ അമ്മട്ടൂലിയരാണ്. താന്നൂര് ദർശെടുത്തായിരുന്നു. ഒരു വലിയ പണ്ഡിത വ്യൂഹം തന്നെ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അവർക്ക് ദർശെടുത്തുമ്പോഴാണ് ആ ദർശാണ്ട് ഒഴിവാക്കി. കാരണം ഇപ്പൊ ഞാൻ മുമ്പിൽ വന്നിരിക്കുന്ന ആലിമ്യങ്ങൾക്ക് ദർശല്ലിയിട്ട് ഇവിടെ പള്ളിയിൽ കൂടേണ്ട സമയമില്ല. ഇപ്പൊ സമൂഹത്തിന് വേണ്ടി രാപ്പകൽ ഭേദമന്യ, രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്നുകൊണ്ട് പടവെട്ടേണ്ട സമയമാണ്. എന്റെ ആളുകൾ ഉമ്മത്തതാ പഴച്ചു പോകുന്നു എന്ന് കരുതിയിട്ട് താനൂര് ദർശന്ന് ഇറങ്ങിയിട്ട് മഹാനായ വരക്കലുപ്പാപ്പാന്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തേഞ്ഞ ചെരുപ്പുമിട്ട് നടന്നിട്ട് ദീനെ പ്രസംഗിച്ചുണ്ടാക്കിയ മഹാനായ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു നീ ദറജോർത്തി കൊടുക്കണേ. അല്ലാ, ചിന്തിക്കണേ. നമുക്ക് കടമയില്ലേ പ്രിയപ്പെട്ടവരെ? സുബ്ഹാനല്ലാഹ്. ആരായിരുന്നു അബ്ദുൽ ബാരി ഉസ്താദ്? നിങ്ങൾ ചെല്ലോ അബ്ദുൽ ബാരി ഉസ്താദിന്റെ വാളക്കുളത്തേക്ക്. സുബ്ഹാനല്ലാഹ്. മഴയില്ലാതെയായാൽ ഉസ്താദ് ദുആ ചെയ്യുന്നു. വൈകുന്നേരത്തിന് മുമ്പിൽ മഴ പെയ്യുന്നു. ആ നാട്ടിൽ ആരെങ്കിലും പാമ്പ് കടച്ചുകൊണ്ട് വിഷം തീണ്ടിയാൽ ബോധം കെട്ട മനുഷ്യനെയും താങ്ങിയിട്ട് ആ നാട്ടുകാർ ഓടിക്കളിച്ച് കതച്ചെത്തിയിരുന്നത് അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിലേക്കാ. ഉസ്താദ് അങ്ങ് പാമ്പ് കടിയേറ്റുകൊണ്ട് ബോധം കെട്ട് വീണവനെ ഒന്നങ്ങ് മന്ത്രിച്ചാൽ ബോധം തെളിഞ്ഞുകൊണ്ട് തലയാട്ടി ഉസ്താദിനോട് സലാം പറഞ്ഞ് കയ്യും പിടിച്ച് മുത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നത് നിത്യസംഭവമായിരുന്നു. അതുകൊണ്ട് അബ്ദുൽ ബാരി ഉസ്താദിന്റെ നാട്ടുകാരായ പുതുപ്പറമ്പുകാര് പാമ്പ് കടിച്ചുകൊണ്ട് അവരുടെ കാലത്ത് മരിച്ചിട്ടില്ല. അവിടെ ആരെയും പാമ്പ് കടിച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലില്ല. ഇങ്ങനെയുള്ള മഹാനായിരുന്നു സമസ്തയുടെ മറ്റൊരു നേതാവ്. അവരായിരുന്നു സമസ്തയുടെ മറ്റൊരു നേതാവ്. അവർക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് ആ തലപ്പാവ് ധരിച്ചുകൊണ്ട് ഏത് സ്ഥലത്തേക്കും കയറി വന്നിരുന്ന മഹാനായ സയ്യിദ് ബാഫഖി തങ്ങൾ ഉപ്പാപ്പ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആരാണ് ബാഫഖി തങ്ങള്? പഴയ കാലത്ത് പൊന്നാനിയിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്.
എന്റെ നാട്ടിൽ കറുകത്തിരുത്തിയില് എ.വി. മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. കഥകളെ കുറിച്ച് ആഴമുള്ള പഠനമുള്ള ആളാണ്, നല്ലൊരു കവിയാണ്. അദ്ദേഹം നേരെ കണ്ടത് എന്നോട് പറഞ്ഞതാണ്, കളവ് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ വിഷയം എന്നോട് കളവായി പറയേണ്ട ഒരു ആവശ്യവുമില്ല. അദ്ദേഹം പറഞ്ഞതാണ്, പഴയ കാലത്ത് പൊന്നാനിയിലേക്ക് ബാഫക്കി തങ്ങളുപ്പാപ്പ വന്നപ്പോ പാവപ്പെട്ട പൊന്നാനിക്കാർ തോരണങ്ങൾ തൂക്കുകയാണ്, വഴിയോരങ്ങൾ അലങ്കരിക്കുകയാണ്. കാരണം ബാഫക്കി തങ്ങളുപ്പാപ്പ വരികയാണ്. എല്ലായിടത്തും ഇങ്ങനെ തോരണങ്ങൾ തൂക്കി വഴിയൊക്കെ അലങ്കരിച്ചു. അപ്പൊ ബാഫക്കി തങ്ങളോട് എതിർപ്പുള്ള ഒരു മനുഷ്യന് അവന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് ബാഫക്കി തങ്ങൾ വരുന്ന സ്ഥലത്ത് അങ്ങനെ തൂക്കി. കാരണം അവന്റെ ചെരുപ്പിന്റെ താഴെ കൂടി തങ്ങൾ വറ്റെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവല്ലോ മൂട്ടണ ചില ആളുകൾ, ഫിത്തലിന്റെ ചില ആളുകൾ. ഇവന് വിരോധം, എന്തോ ഒരു വിരോധം. അവൻ അങ്ങനെ ചെയ്തു, ചെരുപ്പെടുത്ത് തൂക്കി. ഇത് കണ്ടപ്പോ ഒരാൾക്ക് വല്ലാത്ത വിഷമായി, അയാൾ കരഞ്ഞുപോയി. ബാഫക്കി തങ്ങൾ ആരാ? അവര് കിടക്കുന്നു വരുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ മാലൊട്ടിക്കുന്ന അലങ്കാര ബൾബ് തൂക്കുന്നു, ഈ പഹയന് ചെരുപ്പൂരി തൂക്കിക്കണം. പക്ഷെ പെട്ടെന്ന് നേരിടാൻ വയ്യ. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഉക്രിമർ റജുലും മഹാഫത്ത് ശരീഹി, ഷെറ് പേടിച്ചിട്ട് ബഹുമാനിക്കും. ഞാനൊരു സ്ഥലത്ത് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ആളുകൾ എണീച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് കണ്ണടക്കും. അപ്പൊ പിന്നെ എന്താ സാഹസില് നടക്കണമെന്നുള്ള പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ തുറന്നാലും അറിയാം. അപ്പൊ തുറന്നു നോക്കുമ്പോൾ കുറെ ആൾക്കാർ എണീറ്റിക്കാണ്. ഞാൻ പാണക്കാട് തെങ്ങന്മാരാലും വരുന്നുണ്ടെന്ന് വെച്ചാൽ തെക്ബീർ അല്ലാതെ പുറപ്പാടിലാണ്. അവർ ചിലപ്പം പ്രസംഗത്തിനിടയിലൊക്കെ കയറിയലുണ്ട്. തുടക്കത്തിൽ ഉദ്ഘാടനമാണെങ്കിലും അവരുടെ സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇടയിൽ കയറിയല്ലോ. അപ്പൊ നമ്മളിങ്ങനെ മാറിക്കൊടുക്കലാണ്. അപ്പൊ തങ്ങന്മാർ അന്ന് അബ്ബാസ് അലി ഞങ്ങളായിട്ട് ഉദ്ഘാടനത്തിന് എത്തിയിട്ടില്ല. അപ്പൊ തങ്ങൾ വരെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ തെക്ബീർ അല്ലാതെ പുറപ്പാടിലാണ്. അങ്ങനെ പക്ഷെ തെക്ബീർ പെട്ടെന്നാണ് ചൊല്ലിയിട്ട് വയലണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒപ്പമുള്ള ആളോട് ചോദിച്ചു, എന്താ ഇപ്പൊ എല്ലാവരും കൊണ്ട് നീച്ചിക്കണെന്ന്. അപ്പൊ ഒരാളിനോട് പറഞ്ഞു ദജ്ജാൽ അദ്രാമൻ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നാട്ടില് മഹാപിത്തന ഫത്താൻ ഒരു പിന്നെ അദ്രാമുണ്ട്, ഓന്റെ പേരെന്നെ ദജ്ജാൽ എന്നാണ്. ഓനൊരു വടി പിടിച്ചിട്ട് ഇങ്ങനെ ശാസിക്കാനുണ്ട്. അതുകൊണ്ടാണ് ബാക്കിന്ന് കുറെ എണീച്ചെന്ന് ഓനെ പേടിച്ചിട്ട്. നിസ്കരിക്കും നോമ്പോക്കൊന്നുമില്ല, കള്ളുടിച്ചിട്ട് മതമേരിക്കല പണി. പക്ഷെ നല്ലോട്ട് മൾക്കും, അതാണ് ഗുണ്ടയാണ്. അപ്പൊ അങ്ങോട്ട് വരുമ്പോ എല്ലാവരും കൊണ്ട് നീച്ചിക്ക അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവനെ പേടിച്ചിട്ട് എന്തായി, ഈ ചെരുപ്പെടുത്ത് മാറ്റാൻ എല്ലാവർക്കും പേടി കണ്ട കുറെ ആളുകൾക്ക്. ബാഫയ്ക്ക് നിങ്ങൾ പെട്ടെന്ന് കണ്ട് വന്നിട്ട് ഇങ്ങനെ ഇപ്പോ ഒരാള് മുമ്പ് വന്നിട്ടാണ് തങ്ങളെ അവിടേക്ക് ഇങ്ങോട്ട് കയറില്ലേ ചെരുപ്പ് കണ്ടില്ല ഞങ്ങളേന്ന് വെച്ച്. എന്നിട്ട് ഇയാള് തങ്ങളെ തോള് കിടന്നിട്ട് കരഞ്ഞു. തങ്ങളിങ്ങനെ പുറകഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാ മനേജി കരണേ, ഇത് ആരെ ചെരുപ്പ് തൂക്കിയടാന്ന് വെച്ച്. തങ്ങൾ പാപ്പാ തങ്ങളിങ്ങനെ വരുമ്പോ ഞങ്ങളെല്ലാവരും മാല തൂക്കിയപ്പോ ഇവിടെ ഉള്ളൊരു വലിയ ഒരു അക്രമിയുണ്ട്, തങ്ങളോട് എന്തോ ഒരു എതിർപ്പ്, ഓൻ ചെരുപ്പ് ഒരു തൂക്കിയാണ് തങ്ങളെ. എനിക്കാണെങ്കിൽ ചെരുപ്പ് എടുത്തിട്ടാലോ ഓൻ്റെ അടുത്ത് നല്ല അടിയും കിട്ടും, എനിക്കതിന് ആരോഗ്യമില്ല, തങ്ങളിപ്പോ പൊരുത്തപ്പെടണം, ഞങ്ങളെ ശപിക്കരുത് എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇയാളാണ് പൊട്ടിക്കാരനപ്പോ ബാഫക്ക് തങ്ങൾ പാപ്പ മൂപ്പരെ പുറങ്ങനെ ഒഴിഞ്ഞുകൊണ്ടറിഞ്ഞു, അയജ് ബേജാറാണ്ട, കാൽമത്ത് ചെരുപ്പൂരിട്ടല്ലോ തൂക്കിയെന്ന് വെച്ചാന്ന് പറഞ്ഞ്. ഒരാൾ കാൽമത്ത് ചെരുപ്പൂരി അതിന്റെ അർത്ഥം ഓന് ചെരുപ്പിന്റെ ആവശ്യമില്ല എന്നല്ലേ. ഓനാ ചെരുപ്പിന്റെ ആവശ്യം ഉണ്ടാവില്ല മോനെ, എന്റെ കുട്ടി കാര്യം ഉണ്ടായിരുന്നു. അത് കിട്ടാളെ കിട്ടി. വാങ്ങിയാ പിന്നെ അതിന് ഗുളിക കഴിച്ചിട്ടൊന്നും മാറൂല. വാങ്ങിയാല് കിട്ടാളെ കിട്ടി. വാങ്ങിക്കഴിഞ്ഞാൽ ആശുപത്രി അഡ്മിറ്റ് ചെയ്താൽ പോവില്ല. ഗുരുത്തക്കേട് അങ്ങനെ ഉണ്ട്. നാട്യവസ്ഥ പറയലുണ്ട്, ഗുരുത്തക്കേടിന്റെ അന്ത്യം കബീറ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഗുരുത്തക്കേടിന്റെ അന്ത്യം കബീറ എന്ന് പറയലുണ്ട്. ആ കബീർ തന്നെയാണ്. ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്താൽ പോവില്ല. ഇവന് കിട്ടാളെ കിട്ടി. ഇവൻ എന്ത് ചെയ്തു, തങ്ങളൊക്കെ വന്നു പോയതിനു ശേഷം കാലുമല് ഒരു മുറി വന്നു, ഒരു വിരലുമ മുറി വന്നു. അത് പഴുത്തു. ഡോക്ടർ പറഞ്ഞു അത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിരലുമക്കായി. ചുരുക്കി പറഞ്ഞാൽ 5 വിരലും കട്ട് ചെയ്തു. 5 വിരലും മുറിച്ച് മാറ്റിയപ്പോൾ പൊറാടിമക്ക് കയറി പഴുപ്പ്. ഡോക്ടർ ഞെരിയാണിന്റെ അവിടുന്ന് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഞെരിയാണിന്റെ അവിടുന്ന് മുറിച്ചപ്പോ അത് പിന്നെ കാലിന്റെ തണ്ടങ്കാൽമക്ക് കണ്ട് കയറി. ഡോക്ടർ പറഞ്ഞു മുട്ടിന്റെ ചേറ്റ കണ്ട് പൊളിച്ചിട്ട് അവിടുന്ന് കട്ട് ചെയ്യാതെ ഒരു മാർഗമില്ല. മുട്ടിന്റെ ചേറ്റന്റെ അവിടുന്ന് കട്ട് ചെയ്തു. അങ്ങനെ ഒരു കാലിന് അരക്കാല്. അപ്പൊ ചെരുപ്പിന്റെ ആവശ്യം ഉണ്ടോ? നീ ചെരുപ്പിന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ട്. ഒരു കാലും കൂടി ഉണ്ടല്ലോ, കേട്ടോളി. ഒരു കാല് പകുതിയേരെ മുറിച്ചപ്പോ മറ്റേ കാൽമക്ക് മുറി. അതേപോലെ 2 കാലും മുട്ടിന്റെ ചേട്ടടക്കം പൊളിച്ചങ്ങോട്ട് മാറ്റി. കാരണം തങ്ങൾ പറഞ്ഞു കാൽമത്ത് ചെരുപ്പൂരി തൂക്കിയാൽ എന്തുണ്ടാവും, ചെരുപ്പിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇലക്ഷൻ എടുത്തപ്പോ ഒരാള് തങ്ങൾപ്പാപ്പക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചു. അത് വേണ്ടിണ്ടായിരുന്നില്ല. എല്ലാ കളിയും കളിക്കാം, പക്ഷെ ഗ്രൗണ്ട് പൊളിച്ചിട്ട് കളിക്കരുതല്ലോ. ഒരു പരിധി വെക്കണം കളിക്കുമ്പോ. പൂക്കോയ തങ്ങൾപ്പാപ്പക്കെതിരെ എന്തെങ്കിലും മുദ്രാവാക്യാണ്ട് വിളിച്ചു. മുദ്രാവാക്യാണ്ട് വിളിച്ചിരുന്നപ്പോ പിന്നെ അവനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുദ്രാവാക്യം നിർത്തുന്നില്ല. വിളിച്ചങ്ങനെ നടക്കാൻ ഉമ്മാനെ കാണുമ്പോഴും അങ്ങനെ കുടുങ്ങിയില്ല ആൾക്കാര്. ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ നിർത്തുന്ന കരുതിയത്. ഇപ്പൊ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് തോറ്റും ചെയ്ത് മുദ്രാവാക്യം നിർത്തുന്നില്ല. ആകെ കുടുങ്ങി. എല്ലാരും കൂടി വണ്ടിയിലിട്ടിട്ട് തങ്ങളെ എടുത്ത് കൊടുന്ന് തങ്ങളെ കൊലായി വന്നിട്ട് മുദ്രാവാക്യം തന്നെ.
ഇത് എന്നെ തുടങ്ങിയത് തങ്ങളെ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ സമയത്ത് തുടങ്ങിയത് നിർത്തി കിട്ടുന്നില്ല. അപ്പോൾ തങ്ങള് കുറച്ച് വെള്ളം എടുത്ത് മന്ത്രിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നിർത്തിക്കാളെ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ നിർത്തി. ചിലത് അങ്ങനെയുണ്ട്, ചിലതൊക്കെ അങ്ങനെയുണ്ട്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നിട്ട് ചില ആളുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയവരുണ്ട്. അതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി എഴുതിയ ഒരു മനുഷ്യൻ വരെ ഉണ്ട്. നബി സല്ലല്ലാഹു ഇയാള് ജൂതന്മാരെ കൂടാണ് കൂടി അള്ളാഹു റസൂൽ പറഞ്ഞു ഓനെ ഭൂമി സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഇവൻ ചത്തുപോയപ്പോ എവിടെ കുഴി ഒഴിച്ചിട്ട് മറാടിയാലും ഭൂമിന്റെ ഉള്ളിൽ നിന്ന് ഇവൻ അങ്ങോട്ട് പുറത്തേക്കിനെ തട്ടും. ഭൂമി ഇവനെ സ്വീകരിക്കണില്ല. അങ്ങനെയുണ്ട് ചില ഗുരുത്തക്കേട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരിൽ പലപ്പോഴും വിമർശനം നടത്തുന്ന ചില രാഷ്ട്രീയ വിരോധികളിൽ ഒരു പെണ്ണ് പാണക്കാട്ടെ കൊടപ്പനക്കലെത്തുകയാ, മാനസിക വിഭ്രാന്തിയോടെയാണ്. മാനസിക വിഭ്രാന്തിയോടുകൂടി പാണക്കാട്ടെത്തി. പാണക്കാട്ടെ തങ്ങളോട് യോജിപ്പില്ലാത്ത ഒരു കുടുംബത്തിലൊരു പെണ്ണ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, പാണക്കാട്ടെത്തിയിട്ട് ഈ പെണ്ണങ്ങോട്ട് പൊളിച്ച തെറി വരാൻ തുടങ്ങി. തങ്ങളെ ഞാൻ കാണിച്ചു തരാം, തെറ്റിയതാണ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊരു തങ്ങളിവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിന്റെ കൈയൊക്കെ ഇങ്ങനെ പൊതിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ ആൾക്കാർ തങ്ങളെ സന്ദർശിക്കാനും ബുക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. തങ്ങളും ഒച്ചപ്പാടൊക്കെ പുറത്തു വന്നപ്പോ അവളിങ്ങനെ ഹാലളിക്കാൻ തങ്ങൾ കൊണ്ട് വിളിച്ചപ്പോ പിന്നെ മുണ്ടാട്ട ചെയ്യാൻ നേരെ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. ആ പാലമാണ്ടിരുന്നു, പിന്നെ കൊണ്ടുവരില്ല, ആ പലകമാണ്ടിരുന്നു. തങ്ങളെ വേഗം മന്ത്രിച്ചിട്ട് കുറച്ച് വെള്ളം മന്ത്രിച്ചിട്ട് ആണ് കുടിച്ചാളായിരുന്നു. വേഗം കുടിച്ചു. ഞാൻ എന്താ എവിടെ വന്നിങ്ങോട്ട് പറയുന്നറിഞ്ഞു. തങ്ങളെ ഞാൻ എന്റെ പരിന്ന് വന്നതാണ്, വെറുതെ എന്താണ് ആളെന്നെ അങ്ങോട്ട് മാറി. അപ്പൊ തങ്ങൾ വെച്ച് രാത്രി എന്താ ഇങ്ങോട്ട് വരണേ? ഞാൻ അങ്ങനെ പറയുന്ന ഇറങ്ങി പോന്നാണ്, ഇവിടെ എത്തിക്കണില്ലേ, എവിടെ എന്റെ പേരാ? എന്റെ പേര മലപ്പുറത്താണെന്ന് അറിഞ്ഞു. തങ്ങള് വേഗം തൊപ്പിയിട്ടിട്ട് ഈ ആൾക്കാരോട് നിങ്ങൾ ഇവിടേക്കെന്ന് അറിഞ്ഞു. ആ പെണ്ണിനെ തങ്ങളെ വണ്ടിയിലിട്ടിട്ട് പൊരി കൊണ്ടായി കൊടുത്തു. ആ മനസ്സുകൾ നോക്കി. അപ്പോഴേക്ക് പൊരയുന്ന കുറെ ആൾക്കാരും കണ്ട് ഇറങ്ങിയിട്ടുണ്ട് തങ്ങളെ തെരഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ മലപ്പുറത്ത് വന്നാണ്, കാരണം തങ്ങളെ തെറി എറിഞ്ഞിട്ട് പൊരയിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെണ്ണ് ഇവിടെ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് രാത്രിയായിട്ട് കാണാത്തോണ്ട് വന്നതാണ്. ഇവിടെ എത്തിന് പല ആളുകൾക്കും തങ്ങൾ ഗ്ലാസ് വെള്ളം കൊടുത്ത് ആളുകൾക്കൊക്കെ നിർത്തിയിട്ടുണ്ട്, തങ്ങൾ തന്നെ വണ്ടിയിലിട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കണം, അവരൊക്കെ ആരാ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ ആരാണ്. എന്തെങ്കിലുമൊക്കെ വിരോധം കൊണ്ട് പലതും കൂക്കി വിളിക്കുമ്പോ അതൊക്കെ മലന്ന് കിടന്നിട്ട് തുപ്പാണ്, നെഞ്ഞത്തേക്ക് തന്നെ വിടുന്ന് മനസ്സിലാക്കിക്കോ. ഉറപ്പാണ് അവരൊക്കെ അള്ളാന്റെ ഔലിയാക്കളാണ്. വളാഞ്ചേരി ടൗണിൽ പാതിരാവിന്റെ ഉള്ളറയിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കടന്നു വരുമ്പോ രണ്ട് പെണ്ണുങ്ങൾ ചാറ്റൽ മഴയുള്ള സമയത്ത് പോകുന്ന വണ്ടികൾക്ക് നേരെ കൈനീട്ടുകയാണ്. തങ്ങളുപ്പാപ്പ ഡ്രൈവറോട് വണ്ടി ചവിട്ടാൻ പറഞ്ഞു. ഏത് ചരിത്രത്തിനും വൈവിധ്യ റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഒരു രീതി ഇങ്ങനെയാണ്, തങ്ങളുപ്പാപ്പ വണ്ടി വിട്ടാൻ വേണ്ടി പറഞ്ഞു. അല്ല, വേറൊരു സംഭവം സമാനമായത് ഇതുപോലെ ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഈ തങ്ങളുപ്പാപ്പ വണ്ടി വിട്ടാൻ പറഞ്ഞു. ഗ്ലാസ് എത്തി. ഇത് ഈ രണ്ട് പെണ്ണുങ്ങൾക്കും ഈ തങ്ങളാന്ന് മനസ്സിലായിട്ടില്ല. എന്താന്ന് വെച്ചു, അപ്പൊ ഒരു ഉമ്മയും മോളും ആണ് ഗർഭിണിയായിട്ട് ഗർഭത്തിന്റെ പ്രസവേദന നൽകിയപ്പോ മോളെ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഈ ഉമ്മ ഈ അരണ്ട വെളിച്ചത്തിൽ ചാറ്റൽ മഴ കൊണ്ടുകൊണ്ട് ഈ ഗർഭിണിയുമായിട്ട് റോട്ടിലിറങ്ങിയതാണ്. തങ്ങള് ആ മഴയത്ത് വണ്ടിയിൽ നിന്നാണ്ട് ഇറങ്ങിയിട്ട് ഡ്രൈവറോട് പറഞ്ഞ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രസവിച്ചിട്ട് വന്നാൽ മതി, ഡിസ്ചാർജ് ചെയ്യാനുള്ള പൈസയും ഡ്രൈവറെ കൈ കൊടുത്തു. ചിന്തിക്കണേ, എന്തിനാണ് ജീവിച്ചതെന്ന് ഓർക്കണേ. അത് പത്രക്കാരനെ കണ്ടിട്ടല്ല, ക്യാമറക്കാരനെ കണ്ടിട്ടല്ല. ക്യാമറക്കാരനുണ്ടെങ്കിൽ പത്രക്കാരനുണ്ടെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ പേജിലെ റിപ്പോർട്ട് ഇതായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പാവപ്പെട്ട ഞാനത് ചെയ്തേക്കാ. പക്ഷേ പാതിരാവിന്റെ 2:30 വളാഞ്ചേരി ടൗണിൽ പത്രക്കാരനില്ല, ക്യാമറക്കാരനില്ല. അത് വണ്ടി തിരിച്ചു വരുന്നത് വരെ ഈ ഹൈറ്റും വെയിറ്റുമുള്ള സമൂഹത്തിന്റെ സമുദായ നേതാവ്, മലയാളക്കരയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ആത്മീയാചാര്യന് ആ മഴ കണ്ടുകൊണ്ട് വളാഞ്ചേരി ടൗണിൽ കാത്തിരുന്നെങ്കിൽ ഇത് റസൂലുള്ളാഹിന്റെ മുത്തബിയാണ് കേട്ടോ. അതാണ് ജീവിതത്തിന്റെ നമ്മുടെ മോഡൽ. അതിന്റെ പവർ കണ്ടോ, അവരുടെ ജീവിതം പഠിച്ചോ. വഫാത്തിന്റെ തലേന്നല്ലേ വെട്ടിച്ചിറ ഹക്കീം തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ഇന്നും വെട്ടിച്ചിറയിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. സ്ഥലനിർണയത്തിന് വേണ്ടി വസ്തുശാസ്ത്രത്തിൽ മികവുള്ള ആളാണ്. നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്കൂ, ഞാൻ നമ്പർ തരാ. പോകില്ലെങ്കിൽ ഇവിടെ നിന്നൊന്ന് വിളിച്ചു നോക്കൂ. വെട്ടിച്ചിറ ഹക്കീം തങ്ങളുടെ വീട്ടിലേക്കാണ് പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാപ്പ അവസാനമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് പൂർത്തിയായിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ്. അന്ന് അവിടെ വന്നുകൊണ്ട് തങ്ങൾ പാപ്പ ഭക്ഷണം കഴിച്ച മുഴുവൻ ചിത്രങ്ങളോ എന്റെ മൊബൈലിലുണ്ട്. ഞാൻ വെട്ടിച്ചിറയിലേക്ക്
വാളിന് പോയപ്പോ ഹക്കീം തങ്ങളുടെ വീട്ടിലാണ് എനിക്ക് ചോറ്, എനിക്ക് ഭക്ഷണോ. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തങ്ങൾ പാപ്പ നേരെ ചൊവ്വേ എന്നോട് വിശദീകരിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വെട്ടിച്ചിറ ഹക്കീം തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, സുബ്ഹാനല്ലാഹ് പറഞ്ഞോറുണ്ട്. സാധാരണത്തേതിൽ വിപരീതമായി തങ്ങളുപ്പാപ്പ കുറച്ചധികം തിന്നുകയാണ്. ബിരിയാണി തിന്നു, നെയ്ച്ചോറ് തിന്നു, ചിക്കനായി, മട്ടനായി, കുട്ടനായി, മത്സ്യവും തിന്നുകയാ. അസ്വാഭാവികമായ തീറ്റ കണ്ടപ്പോൾ തങ്ങൾ ഇങ്ങനെ തിന്നാറില്ലല്ലോ, എന്താണ് ഇങ്ങനെ തിന്നത് എന്ന് അത്ഭുതത്തിൽ ചില ആളുകൾ നോക്കിയപ്പോ പാണക്കാട്ട് സുൽത്താനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വെട്ടിച്ചിറാക്കി നിങ്ങളോട് പറഞ്ഞു, എന്റെ തീറ്റ കണ്ടിട്ടല്ലേ തങ്ങളെ നിങ്ങൾ നോക്കുന്നത്, അത്ഭുതപ്പെടണ്ട. ഇനി ദുനിയാവിൽ ഞാൻ ഉച്ചച്ചോറ് കഴിക്കൂല, ഇത് എന്റെ അവസാനത്തെ ചോറാ, അത് 2 പിടി ഞാൻ അധികം കഴിക്കട്ടെ എന്ന പാണക്കാട്ട് തങ്ങളുപ്പാപ്പ വെട്ടിച്ചിറ തങ്ങളുടെ വീട്ടിൽ വെച്ച് പറയുകയാ. ഇത് കറാമത്തല്ലെങ്കിൽ എന്താണ് കറാമത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഇതെന്റെ ദുനിയാവിലെ അവസാനത്തെ ചോറാ, ഞാൻ 2 പിടി കൂടുതൽ തിന്നിട്ടേ എന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നിട്ട് ഫാത്തിഹോദിയതായിരുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ നമ്മളെ പിടിച്ച മഹാന്മാരെ സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് അവരെ നമുക്ക് പിന്തുടരാൻ പറ്റുന്നവരാണോ, അവരെ പിടിച്ച് നമുക്ക് സ്വർഗം കിട്ടുമല്ലേ എന്നൊരു തീരുമാനം എടുത്തിട്ട് ഈ സ്ഥലത്ത് നമുക്കൊന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ്. നീട്ടി ഞാൻ പറയില്ല, അവർ ഒറ്റ പ്രദക്ഷിണം മാത്രമാ, ഒരു ചാട്ടം മാത്രമാണ്. അതിൽ കിട്ടിയവരൊക്കെ നിങ്ങളെ കയ്യിൽ ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. ഇത് മഹാനാണോ? ഇങ്ങനെ നടന്നോ ഇല്ലേ? നിങ്ങൾ വെട്ടിച്ചറ ഞങ്ങളോട് ചോദിച്ചു നോക്കൂ. എന്നിട്ട് അവിടെ ഇരുന്നിട്ടൊരു ദുആ. പൊതുവേ പാണക്കാട് തങ്ങന്മാര് കുറച്ചേ തോർക്കലുള്ളൂ, വളരെ കുറച്ച്. അവരിപ്പോ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മതി. ഇപ്പൊ നിങ്ങൾ എന്നോടൊക്കെ ദുആ ഏൽപ്പിച്ചാല് വിസക്ക് വേണ്ടി പറഞ്ഞവരുണ്ടാവും, വയറുവേദനയ്ക്ക് വേണ്ടി പറഞ്ഞവരുണ്ടാവും, തലവേദനയ്ക്ക് പറഞ്ഞവരുണ്ടാവും, ക്യാൻസറിന് പറഞ്ഞവരുണ്ടാവും, പിന്നെ ചെറിയ ഉളിക്കീന് പറഞ്ഞവരുണ്ടാവും, വിസ കിട്ടാൻ പറഞ്ഞവരുണ്ടാവും, കിട്ടിയത് നിലക്കാൻ പറഞ്ഞവരുണ്ടാവും, ശമ്പളം ഒക്കെ പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പിന്നെ സംഘാടകരിട്ട് ഒരു കച്ചലണിക്കാരം, എന്റെ വയറുവേദന പറയാൻ പൈസ ഞാനോ നന്ദിയില്ലേ അല്ലേ? ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ മതി. ഏതേ സ്ഥലത്ത് വാള് പറഞ്ഞു കൊടുക്കുമ്പോ ബാക്കിൽ നിന്ന് ഭയങ്കര ഉന്തുന്നുള്ളൂ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അത് അയാളൊരു 10,000 രൂപ തന്നെയാണ്, പലതും വായിച്ചപ്പോ അത് പറയാത്തോണ്ട് മുമ്പ് സംഘാടകരോട് ചൂടാകണമെന്ന് പറഞ്ഞു. എന്റെ ചോദ്യങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇങ്ങനെ തരുന്ന ആൾക്കാരുണ്ട്. എവിടുന്ന ഒരു സ്ഥലത്ത് എത്തിട്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത സുലൈമാനാജിന്റെ വക 10 ആകശി വണ്ടിയെന്ന, അത് വേറെയുണ്ട്. നമ്മളൊക്കെ കഥകളിന്റെ ചോക്കി കണ്ടുകൊണ്ട് ഉന്തുന്നുള്ളൂ. സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാഗതം പറയുമ്പോ സ്വാഗത പ്രഭാഷകൻ ഏതെങ്കിലും ഒരു പേര് വിട്ടാല് തുടങ്ങി കർക്കടമാസാരി മോന്തിയും കുറിപ്പിച്ചിട്ട് ഇങ്ങനെ എന്താ അത്ര തടിയില്ല എന്നെ കണ്ടില്ലേ? എന്തൊരു ഈ ഖലാസിലെ അള്ളാഹു, ഈ ഖലാസില്ലാത്ത കൽബ് അള്ളാഹു നമ്മളൊക്കെ കൽബ് നന്നാക്കി തേറ്റെ. ആമീൻ പറയും. അള്ളാഹു നമ്മളൊക്കെ കൽബ് നന്നാക്കി തേറ്റെ. അള്ളാഹു നമ്മളൊക്കെ കൽബ് നന്നാക്കി തേറ്റെ. ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഒരു ചെറിയ ദുആ നടത്തല്ല, വലിയൊരു ദുആ നടത്തി. പൊതുവേ ചെറിയ ദുആണ് അവർ നടത്തൽ, പക്ഷേ അരമണിക്കൂറോളം നീണ്ടുന്ന ദുആ. അറബിയിൽ, മലയാളത്തിൽ ഇനി വിളിക്കാൻ ബാക്കിയുള്ള തങ്ങന്മാരൊന്നുമില്ല. മുസ്ലിം ഉമ്മത്തിന് മൊത്തമായിട്ടാണ് ദുആരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ദുആ കഴിഞ്ഞിട്ട് കാറിക്കാണ്ട് കയറുമ്പോഴേ, കാർക്ക് കയറുന്ന ഫോട്ടോക്കെ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട്, ആ ചിത്രം ഫുള്ള് എൻ്റെ അടുത്തുണ്ട്, തങ്ങൾ തന്നതാ. കാറ് കയറുമ്പോ തങ്ങളോട് പറഞ്ഞു, പിന്നെ ഞാൻ പോവാണ്, ഇനി നമുക്ക് മേശറിന്ന് കാണാനാണ്. അപ്പൊ അസുഖമൊന്നുമില്ല. അപ്പൊ ആക്കീനങ്ങൾ പറയും, ഞാനങ്ങോട്ട് ഞെട്ടിപ്പോയി റഹ്മാനിന്ന്. ഇനി നമുക്ക് മേശറിന്ന് കാണാനാണ്. അപ്പൊ ആക്കീനങ്ങൾ പറഞ്ഞു, തങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞേ? അല്ല നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായി സെറ്റ് ആയിരുന്നു. അതിന് ആമീൻ പറഞ്ഞില്ല, അതിന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളിന്ന് പറഞ്ഞു. പിറ്റേന്ന് വഫാത്തായി. കേരളത്തിൽ ഇവര് ഔലിയാക്കൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഔലിയാക്കൾ? ഔലംബോധി കഴിക്കണമല്ലോ. ആരാ ഔലിയാക്കൾ? ഇവര് ഔലിയാക്കൾ അല്ലെങ്കിൽ ആരാ പിന്നെ ഔലിയാക്കൾ? വേറെ ഈ സ്ഥാനത്ത് വേറെ ഒന്നും നിങ്ങൾ പറയും. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന മഹാനാണ്. ഏത് സമയത്ത് ഒളുവുള്ള മഹാനാണ് പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പപ്പ. ഏത് സമയത്ത് ഒളുവാണ്. ചിന്തിക്കണേ, ചിന്തിക്കണേ. അവരൊക്കെയാണ് നമ്മുടെ നേതാക്കൾ. അതങ്ങനെ ഒരു ഭാഗത്താകുമ്പോ സമൂഹത്തിന്റെ ശിഥിലീകരണത്തിൽ അവരതായി ഇടപെടുകയാണ്.
MT വാസുദേവൻ നായർ ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങളുപ്പാപ്പ വഫാത്തായ സമയത്ത് പറഞ്ഞു MT വാസുദേവൻ നായർ പറയുകയാണ്, അതാ ബഹുമാനപ്പെട്ട വാസുദേവൻ നായർ തങ്ങളുപ്പാപ്പാനെ അനുസ്മരിച്ചുകൊണ്ട് പറയുകയാ, എനിക്ക് എവിടെ പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞാലും ബോംബെറിഞ്ഞാലും അമ്പലത്തിന്റെ വാതിൽ കത്തിച്ചത് ഞാൻ ടിവിയിലൂടെ കണ്ടാലും ഞാൻ കിടന്നുറങ്ങുന്നതാണ്. കാരണം എനിക്കുറപ്പാണ് അതൊരു വാതിൽ കത്തുക മാത്രമേ ഉള്ളൂ, അതൊരു പള്ളിന്റെ ജനവാതിൽ പൊട്ടുക മാത്രമേ ഉള്ളൂ. കേരളത്തിൽ രക്തപ്പുഴ ഒഴുകൂല, ഗുജറാത്ത് സംഭവിക്കൂല. ഇവിടെ പാണക്കാട്ട തങ്ങളുപ്പാപ്പയുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ഞാൻ ആശ്വാസത്തോടെ കിടക്കുകയാ എന്ന് MT വാസുദേവൻ നായർ പറയുകയാണ്. കേരളത്തിൽ എവിടെ ഭീകര പ്രശ്നത്തിന്റെ ആരംഭം ഉണ്ടായാലും ആ പുകങ്ങനെ ഞാൻ ടിവിയിലൂടെ കാണുമ്പോ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോ ഞാനവിടെ കിടക്കും. കാരണം എനിക്കതിന്റെ ബേജാരം ഉണ്ടാവില്ല. കാരണം എനിക്ക് തോന്നും അതൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇവിടെ പാണക്കാട്ട് തങ്ങളുണ്ടല്ലോ. അങ്ങനെ MT വാസുദേവൻ അവര് സമസ്തന്റെ ആളാണോ? അല്ലല്ലോ. അംഗീകാരമാണത്, അത് പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെ ജീവിച്ചു മഹാനായ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്. ചിന്തിക്കണേ. കരുണാകരൻ പറഞ്ഞില്ലേ, ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയപ്പോ കരുണാകരൻ പറഞ്ഞു, കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകൂല എന്നുറപ്പാണ്. കാരണം ഇവിടെ നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങളുണ്ട്. നിയന്ത്രിച്ചില്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? അന്നാ മഹാല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും? അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ പറയും, ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒന്നും കൂടി ആമീൻ പറയും, ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇനിയും പറയും, ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ ബർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ സാസ് കബൂലാക്കട്ടെ. ആരാണ് അവരൊക്കെ? ചിന്തിക്കണേ. നമ്മൾ അവരൊക്കെ പിറകിലാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇത് കറാമത്തിന്റെ പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ, ആ പാണക്കാട്ട തങ്ങളുപ്പാപ്പയും വലിയുള്ളായി ശംസുൽ ഉലമയോ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദുമൊക്കെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? എന്തൊരു ഭംഗിയാണ്. ഒരു പൂന്തോപ്പിലേക്ക് നോക്കിയാൽ താമര പോലെ മഹാനായ പാണക്കാട്ട തങ്ങളുപ്പാപ്പ വലിയുള്ളായി ശംസുൽ ഉലമ വരെ പാണക്കാട്ട തങ്ങളുടെ കൂടെ വണ്ടി ഇറങ്ങി സ്റ്റേജിലേക്ക് നടക്കുമ്പോ പാണക്കാട്ട തങ്ങളുപ്പാപ്പാനെ മുമ്പിൽ നടത്തുകയാ. ആരാണ് മഹാനായ ശംസുൽ ഉലമ? അറബ് പണ്ഡിതന്മാരില് ഹദീസുകൾ കലക്കി കുടിച്ച ഇസ്ലാമിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വലിയ പണ്ഡിതന്മാര് വരെ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയെ കുറിച്ച് വിശേഷിപ്പിച്ചത് എന്താണ്? ആലിമുൽ ആലം എന്നാണ്. ഭൂമിക്കടിയിൽ കിടക്കുന്ന മക്ബറയിൽ കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീങ്ങളോട് ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിരുന്ന മഹാനുണ്ടായിരുന്നു. അത് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയാണ്. ബായാർ എന്ന സ്ഥലത്ത് ഞാൻ ഈടടുത്തൊരു ഉറൂസിന് പോയി. സമസ്തയുടെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച പരിപാടിയാണ്. 7 മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ നടക്കുന്ന ഉറൂസാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ആ മഹാന്മാർ കിടക്കുന്ന വിവരം ആ നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തത് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയാ. അല്ലാഹുവേ നീ ദർജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. എന്താ കാരണം? കാട് മൂടിക്കിടക്കുന്ന സ്ഥലം. ഈ 2 ആഴ്ച മുമ്പ് ഞാൻ പോയി പ്രസംഗിച്ചിട്ട് ആ നാട്ടിൽ നേരെ കിട്ടിയ അനുഭവങ്ങളോട് പറയുന്നേ, വെറുതെ പറയില്ല. അവിടെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു. ആ പ്രദേശത്തൊക്കെ താമസിച്ചിരുന്നത് ഹൈന്ദവ സഹോദരന്മാരാണ്. അപ്പോ രാത്രിയിൽ അവിടുന്ന് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുക, നിസ്കരിക്കാൻ കുറെ ആൾക്കാർ കാട്ടിക്ക് വരിക. അപ്പൊ ഹൈന്ദവ സഹോദരന്മാർക്ക് പേടിയായി. ഈ ബാങ്ക് അവർക്ക് ഇങ്ങനെ കേട്ട് പരിചയമുണ്ടല്ലോ. അതിൽ കമ്മിറ്റി മഹല്ല് പ്രസിഡന്റിനോട് പറഞ്ഞു, ആ കാട് മൂടിക്കിടക്കുന്ന സ്ഥലം നിങ്ങൾ എടുത്തോളി, അത് നിങ്ങളെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ വെച്ച് എന്തെന്ന് വെച്ചു, അല്ല നിങ്ങളെ ആൾക്കാരൊക്കെ വരിവരിയായിട്ട് വരണതും അവിടുന്ന് ബാങ്ക് കൊടുക്കണമൊക്കെ രാത്രി ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലമാണ്, അത് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അവർ സമസ്തയ്ക്ക് എഴുത്തുകൊടുത്ത് സമസ്തയെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പറഞ്ഞേച്ചു. മണ്ണിന്റെ അടിയിലുള്ള വിവരം അറിഞ്ഞുകൊണ്ട് പറയാൻ. ശംസുൽ ഉലമ അവിടെ പോയ സമയത്ത് ശംസുൽ ഉലമക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുത്ത അന്ന് ചെറിയ കുട്ടിയാണ്, ഇന്ന് പൈസയാണ്. അദ്ദേഹം എന്റെ കൂടെ തന്നെ വണ്ടിയിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാനായിരുന്നു ശംസുൽ ഉലമക്ക് കയ്യഴിക്കപ്പോ തോർത്താൻ വേണ്ടിയിട്ട് മുണ്ട് കൊടുത്തത്. അപ്പോ ശംസുൽ ഉലമ അങ്ങനെ കയ്യൊക്കെ വരുമ്പോ ഈ കുട്ടി, പിന്നെ അദ്ദേഹം പൈസയായി, അന്ന് ചെറിയ കുട്ടിയാണ്, 12-13 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഇങ്ങനെ തോർത്തു കൊടുത്തപ്പോ ശംസുൽ ഉലമ പറഞ്ഞു, ഇത് തോർത്തുണ്ട്.
ശംസുൽ പറഞ്ഞു അങ്ങനെ പറയരുത് മോനെ, ഒന്നുകിൽ തോർത്തെന്ന് പറയാം അല്ലെങ്കിൽ മുണ്ടെന്ന് പറയാം. തോർത്ത് മുണ്ടെന്ന് രണ്ടും കൂടി പറയേണ്ട ആവശ്യമില്ല, അത് വെറുതെ വാക്കുകൾ വേസ്റ്റ് ആക്കുകയാണ് പറഞ്ഞു. അത്രേ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ് അവർ മൗനികളാണ്, അല്ല തൊള്ള പറഞ്ഞിട്ട് ഇങ്ങനെ അട്ടാസിക്കുന്ന ആൾക്കാരല്ല. അവരെ ഒന്ന് സംസാരിച്ചാൽ മഹലൊക്കെ നന്നാവും, നമ്മൾ സംസാരിച്ചാൽ മഹലൊക്കെ കൊളാവും ചെയ്യും. അതുകൊണ്ടാണ് ഓലും തൊള്ള പറഞ്ഞാൽ പിണങ്ങി കിടക്കുന്ന ആൾക്കാരൊക്കെ ഒന്നിക്കും. നമ്മൾ ഉള്ള പറഞ്ഞാലോ രണ്ടാൾക്കാർ ചാടിക്കുകയാണെങ്കിൽ ചാക്കളാർത്തത് അവന്റെ മുഖത്ത് കയറും, അവങ്ങോട്ട് വരും, ആകെ പ്രശ്നമാവും. അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. ആ രീതിയാണ് കുട്ടിക്ക് പഠിപ്പിക്കാണ്. തോർത്ത് മുണ്ടെന്ന് അറിയണ്ട, ഒന്നുകിൽ തോർത്തെന്ന് പറയാം അല്ലെങ്കിൽ മുണ്ടെന്ന് പറയാം. കാരണം രണ്ടാലൊന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ അർത്ഥം പൂർത്തിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൈസയാണ് അതേപ്പോ പൈസ എന്നോട് പറയാ, അത് വല്ലാതെ അത്ഭുതപ്പെട്ടു എനിക്ക്. എന്നിട്ട് കേട്ടോളിയും, ഇദ്ദേഹം പറയാ ബഹുമാനപ്പെട്ടവർ അവിടെ കബറൊന്നും അറിയപ്പെട്ടിട്ടില്ല, പക്ഷെ ചില സ്ഥലത്ത് പോകുമ്പോ വലൈക്കും അസ്സലാം, ഈ കുട്ടി നേരെ കേട്ട എന്നോട് പറയാം, എന്ന് പൈസയാണ് അദ്ദേഹത്തിന് അന്നത്തെ ഓർമ്മ, വലൈക്കും അസ്സലാം വലൈക്കും അസ്സലാം. അപ്പൊ ഈ കുട്ടി വാപ്പാനോട് വെച്ചു, വാപ്പേ നിങ്ങളെ കൂടെ ഞാൻ മക്കബറയ്ക്കൊക്കെ അറിവുണ്ടല്ലോ, നിങ്ങൾ അസ്സലാം വലൈക്കും എന്നല്ല പറഞ്ഞത്, ആ ഉസ്താദ് വന്നിട്ട് വലൈക്കും അസ്സലാം എന്ന് അറിയണ്ടല്ലോ എന്താന്ന് വെച്ചു. അപ്പൊ വലൈക്കും അസ്സലാം പതിവാണ്. കാരണം എന്താ, അവിടുന്ന് ശംസലമിനെ കാണുമ്പോഴേക്ക് കബറിന്റെ അടക്കിടക്കുന്ന മഹാന്മാർ ഇങ്ങോട്ട് സലാം പറയണേ, അപ്പൊ സലാം അങ്ങോട്ട് മടക്കാണ്. അവരിങ്ങോട്ട് സലാം പറയാണ്, അപ്പൊ സലാം അങ്ങോട്ട് മടക്കാണ്. അതാണ് വലൈക്കും സലാം എന്ന് പറഞ്ഞത്. അപ്പൊ സലാം ഇങ്ങോട്ട് വരുമ്പോൾ മടക്കാണ്. ബോംബെ ഒരു പ്രദേശത്ത് കൂടി പോകുമ്പോ ഒരു റോഡിലൂടെ വണ്ടി ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് വണ്ടിന്ന് ശംസൽമ വലൈക്കും സലാം വണ്ടി എടുത്താൻ പറഞ്ഞു. അത് നിർത്തിയാ പറഞ്ഞു, ഇവിടെ റിഫാൻ ഷേഖിന്റെ ഒരു പേരക്കുട്ടി കിടക്കുന്നുണ്ട്, എന്നോട് സലാം പറയണ പറഞ്ഞു. അപ്പൊ അവിടെ അങ്ങനെ ഒരാളെ കിടക്കണ ആർക്കും അറിയില്ല. ശംസലുമായി കൂടി ആദ്യം പോവാണ്. ശംസലും അപ്പൊ ആരും ഇവിടെ മക്കബറ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഇവിടെ റിഫാൻ ഷേഖിന്റെ ഒരു പേരക്കുട്ടി കിടക്കുന്നുണ്ട്, എന്നോട് ഇപ്പൊ സലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മടക്കിയിട്ടുണ്ട് പറഞ്ഞു. അതുകൊണ്ട് വണ്ടി എടുത്ത് നമ്മൾ ഫാത്തി വരെ പോവാറുണ്ട്. അപ്പൊ പഴമുള്ള ഒരാളെ കൊടുന്നപ്പോ അയാൾ പറഞ്ഞു, പഴയ കാലത്ത് റിഫാൻ ഷേഖിന്റെ ഒരു പേരക്കുട്ടി അവിടെ കിടക്കുന്നുണ്ടെന്ന് പഴമക്കാരൊക്കെ പറയലുണ്ടെന്ന്. അപ്പൊ ആ മക്കബറിന്റെ ഉള്ളിൽ നിന്ന് ആ മണ്ണിന്റെ അടിയിൽ നിന്ന് റോട്ടിൽ കൂടി ശംസലും വണ്ടി പോണേനെ വിവരം അറിഞ്ഞിട്ട് സലാം പറയാണ്. ആ ശംസൽമ കേൾക്കാണ്, സലാം അടക്കാണ്. ഇവരെ പിന്നിൽ എന്നാ നമ്മൾ ഓലെത്തിനോടത്ത് എത്തൂലേ? ആരാണ് അവരൊക്കെ? എന്താ നമ്മളീ കരുതിയത്? എന്തിനാണ് അവർ ഓടി നടന്നത്? ശംസൽമക്ക് ഇവിടെ എന്ത് കൊട്ടാരുള്ളത്? കയ്യിൽ ഇങ്ങനെ ചിറ്റിയൊരു തസ്ബീഹ്മാലയും ഒരു ഊന്നുവടി ഉണ്ടാവും, ഒരു തലപ്പാവ് ഉണ്ടാവും. എന്നിട്ട് കാലങ്ങൾ എന്താ ചെയ്തത്? നന്ദിയിൽ കുറെ ദർശെടുത്തി, കുറെ പട്ടിക്കാട് നിന്നു, കുറെ പൂച്ചക്കാട് നിന്നു, പല സ്ഥലത്തും ദർശെടുത്തി. സമസ്തക്ക് വേണ്ടി ഉരുകി 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 ആ മഹാന്മാർ പോയില്ലേ? ഇവിടെ എന്താ അവർക്ക് ബാക്കി വെച്ചത്? വലിയ കൊട്ടാരങ്ങൾ അവർക്കുണ്ടോ? അവർക്ക് വലിയ കച്ചവടം ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കും വളരെ നന്നായിട്ട് ചിന്തിച്ചോ പ്രിയപ്പെട്ടവര്. പാതിരാവിന്റെ ഉള്ളറയില് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എന്ന പ്രിയപ്പെട്ട മോളെ വീട്ടില് ശംസുൽ ഉലമ കഴിയുന്ന സമയത്തുള്ള അനുഭവം ഫാത്തിമ പങ്കുവെക്കുകയാ. സുബ്ഹാനല്ലാഹ്, പാതിരാവിന്റെ ഉള്ളറയിൽ ഉപ്പച്ചി ഉറങ്ങുന്നില്ല. ഇടക്കിടക്ക് രാത്രിയിൽ ചുടുവെള്ളത്തിന്റെ ആവശ്യമുണ്ടാകും. ഫ്ലാസ്കിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയി വെക്കല് ഞാനാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഉപ്പ എപ്പോഴാണ് വെള്ളം കുടിക്കുന്നതെന്നറിയാൻ ഉറക്കൊഴിച്ചുകൊണ്ട് ഞാൻ കാത്തിരുന്നു. പക്ഷേ ഉപ്പാന്റെ കയ്യിലുള്ള നീണ്ട തസ്ബീഹിന്റെ മാല ഇങ്ങനെ മറിയുക എന്നതല്ലാതെ വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിക്കുന്നത് കാണാൻ കാത്തിരുന്ന് ഞാൻ അങ്ങേയിരുന്ന് മയങ്ങിപ്പോയി. പതിരാവിന്റെ ഉള്ളറയിൽ ഞാൻ ഉണർന്നു. ഉപ്പ വെള്ളം കുടിച്ചോ എന്നറിയാ. ഇരുട്ടുള്ള റൂമിലേക്ക് ഞാൻ മുട്ടുകുത്തി വെച്ച് പോയിട്ട് ഫ്ലാസ്ക് എടുത്ത് പൊക്കി നോക്കിയപ്പോ ഫ്ലാസ്കിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉപ്പച്ച് ചോദിച്ചു, അത് ആരാ? ഞാൻ പറഞ്ഞു, ഉപ്പ അത് ഞാൻ ഫാത്തിമയാ. ആ എന്താ മോളെ? ഞാൻ ഉപ്പ വെള്ളം കുടിച്ചോ എന്നറിയാൻ വന്നതാണ്. ഞാൻ ഉപ്പ വെള്ളം കുടിച്ചോ എന്നറിയാൻ വന്നാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോളെ പന്നൊട്ടി ഇറങ്ങിക്കോളി, എനിക്ക് വെള്ളത്തിന് ആവശ്യമാണെങ്കിൽ ഞാൻ എടുത്ത് കുടിച്ചോളാം, പന്നൊട്ടി ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഫാത്തിമ എഴുതിയതാണ്, ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല. എന്റെ അപ്പാക്ക് ഈ പ്രായമുള്ള സമയത്ത് ഉറക്കല്ലേ, എന്റെ അപ്പ ഇങ്ങനെ തസ്ബീഹല്ലാണോ എന്ന്. രാവിലെ ഞാൻ അമ്മാനോട് വെച്ചു, നമ്മളപ്പോ ഉറങ്ങലില്ലേ അമ്മ? അപ്പൊ അമ്മ പറഞ്ഞു, എടി എന്റെ അപ്പ സാധാരണപ്പല്ല. അതാരാ പറഞ്ഞേ? അമ്മ. സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ ആളങ്ങോട്ട് എത്തണം. എനിക്കിപ്പോ നിങ്ങളെ മുമ്പിൽ ചെത്തി മിനിങ്ങാൻ കഴിയും. നല്ലൊരു പാട്ടും ഒരു അലാസ്റ്റിക് വേളൊരു ചരിത്രമൊക്കെ പറഞ്ഞ ഞങ്ങളും അറിയും, വേളു ഷറൈക്കണ അറിയും. ഞാൻ നിൽക്കണ മഹലിലെ കമ്മിറ്റിക്കാരും കുപ്പിയിലാക്കി എനിക്കറിയും. കാരണം ആദ്യം അവരെ ജാക്കറ്റും ദ്വാരുന്ന അവരെ ഒരിപ്പത്തെ അടുത്തൊന്നും ഒഴിവാക്കണ്ട അറിയും. നാളത്തെ പരിപാടിയിൽ മാർക്ക് വാങ്ങാൻ എനിക്കറിയും. കാരണം നന്നായിട്ട് പിരിച്ചുകൊടുത്ത പോലും അറിയും വേലക്കാലം ഉഷാറായി. പിരിവില്ലെങ്കിൽ വേലത്ര ഉഷാറായാലും ഉഷാറായി എന്ന് പറയില്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പെണ്ണുങ്ങളോട് ഞാൻ പോയി ചോദിക്കണം, ഞാൻ ആരാന്ന് എനിക്കറിയോ? ആരാ? ഞാനാണ് ജലീർ റഹ്മാൻ എന്നാണ് ഓള് പറയും. പോയി പണിയൊക്കെ കൊടുത്തു പറയും. കാരണം ഒരു മനുഷ്യനെ എവിടെയും തിളങ്ങാൻ പറ്റും, ബെഡ്റൂമിൽ തിളങ്ങാൻ പറ്റൂല. നിങ്ങളൊക്കെ ചിരിക്കണ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടാണ്. അല്ല,
എവിടെ നമുക്ക് ഉസ്താദന്മാർക്കൊക്കെ അറിയാം എവിടെ നമുക്ക് മാർക്കെടുക്കാൻ പറ്റും. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ മാർക്കെടുക്കാൻ കുറച്ച് പണിയാണ്. കുറച്ച് പണിയാണ്. അതിങ്ങനെ ചിലപ്പോൾ അപ്പുറം അപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ തിന്നാണ്ടാ നമ്മളായിരിക്കും നല്ല ഐക്യത്തിലാണെന്ന് ഓരോരുത്തരോടും ചോദിക്കേണ്ട മറ്റവനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. അങ്ങനെ ചോദിച്ചു നോക്കി. അങ്ങനെയല്ലേ ഈ കെട്ടിച്ച കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ മരോളും അമ്മായിമ്മയും അങ്ങനെ ഇരുന്നിട്ട് ഈ അമ്മായിമ്മ അമ്മോശൻ എന്നുള്ള പേരെന്നെ ഒരു ദുസൂചനയാണ്. ഉമ്മ അപ്പ എന്നാക്കിയിരിക്കും നല്ലത്. കാരണം ഉമ്മ അപ്പ എന്നുള്ളതിന് ഒരു പറയുമ്പോൾ ഒരു സുഖം ഒരു ഇറക്കത്തേക്ക് പോകണ അറിയാം. ഉമ്മ അപ്പ അമ്മായിമ്മ അമ്പ് പറഞ്ഞ അറിയാം. അമ്മായിമ്മ അമ്മോശൻ അങ്ങനെ തന്നെ ഏറ്റങ്ങൾ പരി പോയാലും അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ മരോക്ക് പറ്റൂല. ഇങ്ങനെ പോവല്ലേ ഇരുന്നിങ്ങനെ തിന്നിനാണ്ട് നമ്മളായിരിക്കും നല്ല ഐക്യത്തിലാണ്. മരോളോട് ചോദിച്ചാൽ കാണി നല്ലൊരു അമ്മായിമ്മനെ കിട്ടില്ലേ? നല്ല അമ്മായിമ്മ ആരാ അങ്ങോട്ട് പറഞ്ഞേ? അമ്മായിമ്മനോട് ചോദിച്ചാൽ കാണി നിങ്ങൾക്ക് മരോളെ കിട്ടിയതിന് ശേഷം നല്ല സുഖമായില്ലേ? ഇടങ്ങണ്ടാവൂലും കഞ്ഞിന്നറിയും. ഒപ്പയിരുന്ന് തിന്നും ചെയ്യും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇനി പൊരി കയറുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ മതി. 2 പെൺകുട്ടികളെ കെട്ടിച്ച് നൂട്ടുക അല്ലെങ്കിൽ 3 ഒരാളിങ്ങനെ കയറി അറിയണം. നമ്മൾ ചോദിച്ച് പിന്നെ മോളെ എപ്പോഴാന്ന്? അപ്പോ പൊരയിൽ നല്ല സുഖണ്ടി ഇവള് പറയും അൽഹംദുലില്ലാ ഞാനിപ്പോൾ എത്തിയാണിപ്പാ. ഇനിയിപ്പാൻ്റെ കുട്ടിക്ക് എപ്പോഴാണ് വേണ്ടി? ഉമ്മാൻ്റെ അടുത്തേക്ക് ആരുമില്ല, നാളെ തന്നെ വേഗം പോകണം, ഇന്ന് വൈകുന്നേരം തന്നെ പോകാൻ പറ്റിയാൽ പോവാൻ, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ, ഉമ്മ ഒറ്റക്കാണെന്ന് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. 2ാമത്തെ കുട്ടി വന്നു. മോളെ പാൻ്റെ കുട്ടി എപ്പോഴാന്ന്? ഞാൻ എപ്പോഴാണ്? നിങ്ങൾ കണ്ടില്ല എപ്പോഴാണെന്നുള്ളൂ. എപ്പോഴാ ജി പോണേ? ആ തള്ള വൈകുന്നേരം വരാൻ പറഞ്ഞിക്കണ്. മനസ്സിലായിക്കോളി ആകെ കുളത്തിലാണ്. ഇനി അവിടുത്തെ വിശേഷം എന്താന്ന് ചോദിക്കണ്ട, ഈ വാക്കുമൊന്ന് കിട്ടും എന്താ അവിടെ സംഭവന്നുള്ളത്. അങ്ങനല്ലേ സ്വന്തം ഭാര്യ അമ്മായിമ്മ ഇവരെ കൊമ്പിൽ തിളങ്ങാൻ മിടുക്കികൾക്കും മിടുക്കന്മാർക്ക് കഴിയുള്ളൂ. ഞാൻ പഴയ കാലത്ത് സംഭവം ഐതിഹ്യമാണെങ്കിലും കേട്ട് ഒരു തമാശ കേട്ടിട്ടുണ്ട്. ഒരു മഹാനായ മനുഷ്യന് ഭാര്യ ഇങ്ങനെ നമ്മൾ ബെഡ്റൂമിലാവുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ കളിയാക്കലും അദ്ദേഹത്തിന്റെ വലിപ്പം നിലയൊന്നും അറിയണില്ല. ഇയാളാണെങ്കിൽ വലിയ സുസമ്മതനാണ്, വലിയ മഹാനാണ്, കറാമത്തിന്റെ സ്വാഹിബൊക്കെയാണ്. ഭാര്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം എന്ത് ചെയ്തു, ഇതേ പിന്നെ പെരന്റെ മേൽക്കൂടി ഇങ്ങനെ പാറിയുന്നതാണ്. അങ്ങനെ ഒരു ഐതിഹ്യം കേട്ടാണ്. പക്ഷെ അതിൽ മെസ്സേജ് ഉണ്ട്, പെരന്റെ മേൽക്കൂടി പാറിയുന്നതാണ്. അപ്പൊ രാവിലെ ഭാര്യ ഇങ്ങനെ ചൂലെടുത്തടിച്ചോ പെരന്റെ മുകളിൽ കൂടി ഒരാൾ പാറുകയാണ്. പേടിച്ച് ഭർത്താവാണെന്ന് മനസ്സിലായിട്ടില്ല. ഇതിങ്ങനെ ഞെട്ടിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നാലെങ്കിലും മുപ്പര മഹത്വം ഒന്ന് കൽബക്ക് കയറ്റനെ ചെയ്താണ്. അപ്പൊ ചൂലൊക്കെ ഇട്ടിട്ട് പെരന്റെ ഉള്ളിൽ കൂടിയിട്ട് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ വലിയൊരു മഹാനാന്ന് ഓർപ്പിച്ചു. ഭർത്താവാൻ തിരിഞ്ഞിട്ടില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളിൽ ടോപ്പ് മക്കാമിലാന്ന് തീരുമാനിച്ചു. ഭർത്താവ് വന്നിട്ട് പറയാന്നു ആയി. ഭർത്താവ് വന്നോടനെ പറഞ്ഞു ഓക്കെ നമ്മൾ ദ്വാരിപ്പിക്കാൻ പോവാ, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാനെ ഞാൻ കണ്ടു. എവിടെ കണ്ട്? പെരന്റെ മുകളിൽ രാവിലെ ദിക്റയിലിട്ട് പാറിയെന്ന്. അപ്പൊ മൂപ്പര് ചോദിച്ചല്ല ഈ ശരിക്ക് കണ്ടണോ? പിന്നെ കാണാത്തത് ഞങ്ങളോട് പറയാ. ധാരനെയാണ് ഇപ്പൊ ഈ പാറിക്കണത്. കാണാത്ത ഞങ്ങളോട് പറഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങളോട് എന്താ നിങ്ങൾക്കുണ്ട് തമാശാക്കല്. അയാള് മഹാനാന്ന് എനിക്ക് തീരുമാനമായോ? അയാള് മഹാനല്ലെങ്കിൽ പിന്നെ ആരാ മഹാന്? നിക്ക് റിലേറ്റ് അല്ല പറഞ്ഞ്. അതൊക്കെ എനിക്ക് തീരുമാനിക്കണല്ലേ, അതൊക്കെ എനിക്ക് ഉറപ്പാൻ വേഗം മാറ്റിക്കൂടി എന്ന് പറഞ്ഞു. മരിക്കണേന് പോയിട്ട് ദ്വാരിപ്പിക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു എന്നാലും പിന്നെ അത് ദ്വാരിപ്പിക്കാൻ പുറത്തു പോകുന്നു വേണ്ട, ഞാൻ തന്നെയാണ് പറഞ്ഞു. നിങ്ങളാ അതന്നെയാണ് പാറുമ്പോ ഊരൊക്കെ ഒരു വളവ് എന്ന് പറഞ്ഞു. കണ്ടോ, ഇതാളിതാന്ന് മനസ്സിലായപ്പോ ഊരന്റെ വളവ് പറയാൻ തുടങ്ങി. പാറുമ്പോ പിന്നെ ഊരൊക്കെ വളവുണ്ടാവൂലേ, വളക്കാതെ പാറാൻ പറ്റുമോ? പക്ഷെ ഭർത്താവ് എന്ന് പറയുമ്പോൾ വിട്ടുകൊടുത്തില്ല, അവിടെ കുഴപ്പം കണ്ടുപിടിച്ച്. പൊതുവെ പെണ്ണുങ്ങളൊരു അവസ്ഥ അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, സ്വയം ഭർത്താവിനെ കുറിച്ച് മകളോട് പറയാണ് മോളെ എന്റെ വാപ്പ നമ്മളൊന്നും വിചാരിച്ച മക്കാമിലല്ല. അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ പറയും, ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒന്നും കൂടി പറയും, ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്താണ് പാതിരാവിന്റെ ഉള്ളറയിൽ ആ താടി നീണ്ട മഹാനായ ആരിഫായ വലിയായ മഹാന് പണിയെന്നറിയോ? അജബൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമി അലൽ മുഹിബ്ബി ഹറാമു. അല്ലാഹുവിലങ്ങ് ലയിച്ചാൽ പിന്നെ അമിതമായിട്ട് ഉറങ്ങാൻ പറ്റൂല. അവര് ദിക്റിന്റെ ഫനായില. ആ മഹാനായ ശംസുൽ ഉലമയുടെ വഫാത്ത് നിങ്ങൾക്കറിയില്ല, ഞാൻ പറയണോ? എന്താണ് അവരൊക്കെ ഔലിയാക്കളല്ലേ? എന്നോട് കോയക്കുട്ടി ഉസ്താദ് നേരെ പറഞ്ഞ ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, നേരിട്ട് പറഞ്ഞൊരു അനുഭവമാണ്. നിലമ്പൂര് ഞങ്ങൾ വാലിന് പോയപ്പോൾ ഉസ്താദായിരുന്നു ഉദ്ഘാടന ദുആ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ നേരിട്ട് പറഞ്ഞാണ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഫാത്തിമ ഹോസ്പിറ്റലിൽ ഒരു സമയത്ത് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ കാണാനുള്ളവരോടൊക്കെ വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു.
എല്ലാരോടും. ഞങ്ങളെ പൊടുത്തം വിട്ടുകൊണ്ട് റേഞ്ച് മാറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഷംസുലമന്റെ ആ അത്യാസൻ എന്ന നിലയിൽ അടുത്തൊരാള് നേരെ തൃപ്പനിച്ച് മുസ്ലിയർ, അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെ ഈ സാസിലേക്ക് കുറെ മഹാന്മാരിങ്ങനെ കടന്നു വരട്ടെ. അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്നാമീ പറയാം, അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. തൃപ്പനിച്ച് മാമൂലര് കറാമത്തുണ്ടായ ഒരാൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ റൂമിൽ വന്നിരുന്നു. ഒരു വാഫി, അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് മുടിയൊക്കെ പോയി, ഓമ പോയി, കയ്യിന്റെ ഉള്ളിലെ ഈ വെള്ള പോലെ നെറ്റിയും തലയും ഒമയും കണ്ണും മൂക്കൊക്കെ വെളുത്തിട്ട് പാളിച്ചിങ്ങനെ നുരുമ്പിങ്ങനെ പോവുക. വായന്റെ ഉള്ളിൽ നന്നായിട്ട് മുറി. അദ്ദേഹത്തിന് ഭക്ഷണം ഇറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ വെള്ളൊറ്റിച്ചോണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരവസ്ഥകളിൽ നീ ചോക്കണി. 34 തവണ അദ്ദേഹത്തിന് എന്തെല്ലാമോ ചികിത്സ നടത്തി. ക്യാൻസറാണ്, മാരക രോഗമാണ്. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസം 3 ദിവസം കൊണ്ടുപോയി കിടത്തിക്കൊള്ളി പറഞ്ഞു. ഒരു സമയത്ത് അതിനെ കുറച്ചിങ്ങനെ നടക്കാനുള്ള ഒരു ആശ്വാസം. ഇന്ന് എന്റെ റൂമിൽ ആ വ്യക്തി വന്നിരുന്നു. ഇന്ന് എന്റെ റൂമിൽ 2 മണിക്കൂർ ആളെ ഇരുന്നിരുന്നു. ഞാൻ വെറുതെ പറയല്ല, ഇന്ന് ഉച്ചക്ക്. അദ്ദേഹം പറയാണ്, വാപ്പാനെ കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട തൃപ്പനിച്ച് ഉസ്താദിന്റെ അടുത്ത് പോയി. അപ്പൊ ഉസ്താദ് പള്ളിന്റെ ഉള്ളില് അവരുടെ ഇരുട്ടറയിലാണ്, ആരോണ്ട് കയറി ചെല്ലൊന്നുമില്ല. ആ പള്ളിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ കിട്ടിയെന്ന് മാത്രം. ഈ കുട്ടി ഈ ക്യാൻസർ ബാധിച്ചുകൊണ്ട് ഒന്നായിട്ട് ഇങ്ങനല്ലേ നേരാണ്ട് കയറി ചെന്ന് പോയപ്പോ ഇങ്ങോട്ട് ആരാന്ന് എന്താ കണ്ട് അപ്പൊ സലാം പറഞ്ഞു. ആരാന്ന് വെച്ച് പിന്നെ ഈ കുട്ടി ഇവൻ പറയാം അസ്സലാമു അലൈക്കും, പിന്നെയും പറഞ്ഞു വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് പൊട്ടിയാണ് കരഞ്ഞു. ഉസ്താദേ കണ്ട് വരാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ നിങ്ങളൊരു ദുആ ആഗ്രഹിച്ചിട്ട് വന്നാണ്. എന്റെ കാര്യം എങ്ങനെയാണ്? രണ്ടാലൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് മാറാത്ത സോക്കടാണെങ്കിൽ എന്നെ പെട്ടെന്ന് മരിപ്പിക്കണം. കാരണം എന്നെ നോക്കിയിട്ട് ഉമ്മയും ബാപ്പയൊക്കെ ഇടങ്ങറായിട്ടുണ്ടാവും. കുടുംബത്തിൽ ഞാൻ ഒരു ഭാരമായത്, ആരും വെറുപ്പില്ലാതെ എനിക്കൊന്ന് കബർക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം കാണണം പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ണുറച്ച് നോക്കി. മാറിക്കോളൂ കേട്ടോ, മാറിക്കോളൂ, ഈ പോയിക്കോ, കല്യാണം കഴിച്ചോ, മാറിക്കോളൂ എന്ന് പറയും. അവൻ പറഞ്ഞു ഞാനാണ് ഞെട്ടിപ്പോയി എന്നാണ്. ഇന്ന് അസുഖമൊക്കെ മാറിക്കണം. അദ്ദേഹം കല്യാണം കഴിച്ചു, അസുഖമൊക്കെ മാറി. അദ്ദേഹം ഇപ്പൊ സൗദിയിലുള്ളത്, ലീവിന് നാട്ടിൽ വന്നാണ്. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് വന്നതാണ്. ഡോക്ടർമാരൊക്കെ ഒഴിവാക്കി, എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കി. അപ്പൊ യഥാർത്ഥ ഡോക്ടറെ ഏറ്റെടുത്തു. നിങ്ങൾക്കറിയില്ലേ, പാങ്ങിൽ അബ്ബാസ് എന്ന ചെറുപ്പക്കാരുണ്ട്, അദ്ദേഹത്തിന്റെ 2 കണ്ണിന് കാഴ്ച പോയി. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. 2 കണ്ണ് കാണൂല. 11 കൊല്ലം അദ്ദേഹത്തിന് മൂത്രയിക്കാൻ വേണ്ടി കുട്ടികളാണ് കൊണ്ടുപോകുന്നത്, കൈ പിടിച്ചുകൊണ്ടുപോകുന്നത്. മധുര, കോയമ്പത്തൂർ, പെരിന്തൽമണ്ണ, തൃച്ചി, ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ഒരുപാട് ഹോസ്പിറ്റലിൽ അദ്ദേഹം പോയി. 4-5 ഹോസ്പിറ്റലിലെ നിപുണരായ ഡോക്ടർമാര്, ഞാൻ പറയണേ നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലേ? 4-5 ഹോസ്പിറ്റലിലെ നിപുണരായ ഡോക്ടർമാര് പറഞ്ഞു, അബ്ബാസ് എന്നുള്ളല്ലേ പേര്, എന്നാലേ ഒരു കാര്യം കേട്ടോളേ, ഈ സോക്കട് മാറാൻ വേണ്ടി ഭൂമിയിൽ എവിടേക്കും പോകണ്ട, കാരണം ഇതിനിന്ന് ഭൂമിയിൽ മരുന്നില്ല. കോയമ്പത്തൂർ, മധുര എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ സ്പെഷ്യൽ ഹോസ്പിറ്റൽ, എല്ലാവർക്കും അറിയുന്ന. അവിടുത്തെ ഡോക്ടർമാരൊക്കെ മാറി നോക്കിയിട്ട് അബ്ബാസിനോട് നേരിട്ട് പറഞ്ഞു, ഇത് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നിന്റെ പൈസ ചെലവാക്കണ്ട. പെരിന്തൽമണ്ണയെന്ന് പറഞ്ഞു, നിന്റെ പൈസ ചെലവാക്കണ്ട അബ്ബാസെ, കാരണം ഇതൊരു പ്രത്യേക രോഗമാണ്, ഇത് അപൂർവമാണ്, അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയതാണ്, ഭൂമിയിൽ ഇതിനൊന്നും മരുന്നില്ല, അതുകൊണ്ട് പോയി കുറഞ്ഞു. ആ വരെ വന്നിട്ട് 11 കൊല്ലം കുട്ടികളുടെ സഹായത്തോടെ മൂത്രയിക്കാൻ പോയി അബ്ബാസ്. ആദ്യം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയതാണ്. പിന്നെ അബ്ബാസിന് വേണം നിങ്ങൾക്ക് ഞാൻ വരുത്തി കാണിച്ചു തരാം, കാരണം അബ്ബാസിന്റെ നാട്ടിൽ ഞാൻ വേദനയിട്ടുണ്ട്, അദ്ദേഹം എന്റെ റൂമിൽ വന്നിട്ടുണ്ട്, എന്നെ വേദന കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പൊ അടുത്ത് തന്നെ വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കണ്ണിന് കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്, എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കി. അപ്പോഴാണ് അബ്ബാസ് അങ്ങനെ അത്തിപ്പറ്റിലൊരു വൈദ്യൻകുട്ടിയിലേറെ എന്നൊരു മഹാണ്ട് എന്ന് കേൾക്കുന്നത്. അത്തിപ്പറ്റി സ്ഥാനം കേട്ടില്ലേ? അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആരോ പറഞ്ഞു നമ്മൾ അത്തിപ്പറ്റി സ്ഥാനം അടുത്ത് പോയി നോക്കാറുണ്ട്. ഇത് നടന്ന കാര്യം ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അത്തിപ്പറ്റിസ്ഥാൻ എടുത്തൊക്കെ അബ്ബാസ് വന്നു ആളുകളെ കൂട്ടിയിട്ട്. അപ്പൊ അത്തിപ്പറ്റിസ്ഥാൻ എവിടേക്കോ ഒരു പരിപാടിക്ക് പോകാൻ നിൽക്കണം. അബ്ബാസാണ്ട് പോയി കരഞ്ഞു, സാറേ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് ഒന്നും കാണുന്നില്ല, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു, പോയതാണ് പറഞ്ഞു. അതിൽ ഉസ്താദിച്ചു ഡോക്ടർമാരൊന്നും കണ്ടില്ലേ? ഒരുപാട് ആശുപത്രിയിൽ പോയി വിവിധ ഡോക്ടർമാരെ കണ്ടു. എന്നിട്ട് ഓലക്കെന്ത് പറഞ്ഞു, ഇതിന് ഭൂമിയിൽ മരുന്നില്ല, മരണം വരെ മാറൂല എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. ആരോട്? അത്തിപ്പറ്റിസ്ഥാനോട്.
അപ്പൊ തിരു സാറിന് അതാര് പറഞ്ഞു മാറൂലെന്ന്? അന്റെ നാട്ടിലെ മജ്‌ലിസുന്നൂറില്ലേ, അവിടെ പോയിരുന്ന മാറുന്നാറ്. ഇവിടെ മജ്‌ലിസുന്നൂറില്ലേ? നിന്റെ നാട്ടിൽ മജ്‌ലിസുന്നൂറില്ലേ, പിന്നെ ആരെയാ മാറൂലാറിന്? മജ്‌ലിസുന്നൂർ ഉണ്ടായിട്ട് സൊക്കട് മാറാക്കല, അവിടെ പോയിരിക്കും മാറുന്നാറ്. എല്ലാ പ്രതീക്ഷയും തകർന്നുകൊണ്ട് നിരാശയുടെ കയ്പ് നീര് കുടിച്ച് തളർന്ന ശരീരവുമായി അന്ധനായ കുരുടനായ കാഴ്ചയില്ലാത്ത അബ്ബാസ് പ്രതീക്ഷയുടെ കൊച്ചോളങ്ങൾ ഒരു മഹാനായ സൂഫിയുടെ നാവിൽ നിന്ന് കേട്ടപ്പോ ഒരു ഇളം പുഞ്ചിരിയോട് ആ മഹാന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തിയിട്ട് ദാ പാങ്ങിലേക്ക് വരികയാ. അവിടെ നടക്കുന്ന മജ്‌ലിസുന്നൂറിൽ അങ്ങ് പങ്കെടുക്കുകയാ. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണോ യാ റബ്ബന. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമെ കാക്കണോ യാ റബ്ബന. ദണ്ണം വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണോ യാ റബ്ബന. ഈ ഐരടികൾ കേൾക്കുമ്പോ വസൂരി മാത്രമല്ല സകല രോഗങ്ങളും ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ റബ്ബേ എന്ന് പരന്ന സദസ്സിൽ നിന്ന് തൊണ്ടയിടറിയിട്ട് ബഹുമാനപ്പെട്ട അബ്ബാസും അതാ വിതുമ്പി അള്ളാനോട് പറയുകയാ. മജ്‌ലിസുന്നൂർ അങ്ങ് കഴിഞ്ഞോ. സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന ആളുകളെ അബ്ബാസ് ഇങ്ങനെ കാണുകയാ. 2-3 മജ്‌ലിസുന്നൂറിന് അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ട് തീരെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ മനുഷ്യനങ്ങ് പങ്കെടുത്തപ്പോ കേരളത്തിലും പുറത്തും അറിയപ്പെട്ട ആശുപത്രിയിൽ പോയി സമർത്ഥരായ ഡോക്ടർമാരെ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഇതിന് മരുന്നില്ല, ട്രീറ്റ്മെന്റ് ഇല്ല, മരണം വരെ ഇത് മാറൂല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് രോഗിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് നിരാശപ്പെടുത്തിയ അബ്ബാസ് ഇന്ന് കാണുന്ന മനുഷ്യനാ. എന്റെ റൂമിലേക്ക് അദ്ദേഹം പാങ്ങിൽ നിന്ന് വന്നത് ഒറ്റക്ക് ബസ് കയറിയിട്ടാ. ഇന്ന് പേപ്പർ വായിക്കുന്നുണ്ട്, കണ്ണ് കാണുന്നുണ്ട്. കാരണം ഭൂമിയിലുള്ള എല്ലാ അലോപ്പതിയും യുനാനിയോ ആയുർവേദിക്കും അബ്ബാസിനെതിരെ വാതിലടച്ചപ്പോ ആ വാതിൽ തുറന്നുകൊണ്ട് ശിഫായുടെ പ്രതീക്ഷ കൊടുത്തത് മഹാനായ സൂഫിയാ. സമസ്തക്ക് വേണ്ടി ഇന്ന് ഓടി നടക്കുന്ന സൂഫിയാ. അല്ലാഹു അത്തിപ്പറ്റ ഉസ്താദിന് ദറജോർത്തി കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മൾ ഓലക്കൊപ്പം അങ്ങനെ നിന്നാ മതി. ഞാനൊരിക്കലൊരു വാല് പറഞ്ഞിട്ട് എന്റെ റൂമിൽ വന്നപ്പോ എന്റെ ചുണ്ടൊക്കെ കൂടി ഒന്നായിട്ട് ബലൂണ് പോലെ ഇങ്ങണ്ട് വീർത്ത്. പിറ്റേന്ന് ഒത്തു വന്ന അത്തിപ്പറ്റുസ്താദിന്റെ നാട്ടിലെ ഉസ്താദ് വിളിച്ച വാലുമാണ്. നോമ്പിനാണ്, ഒരു പകൽ ക്ലാസ്സിന് ഉസ്താദ് വിളിച്ചിട്ട് പിറ്റേന്ന് അവിടെ ഉള്ളത്. ഞാൻ ആകെപ്പെട്ടു. കാരണം ചുണ്ടും കൊണ്ട് വീർത്ത് ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യാ? എന്നെ കണ്ട കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ടു, എന്റെ ശിഷ്യന്മാരൊക്കെ. എന്താ? ഞാൻ പറഞ്ഞു ഇതൊരു അസ്വാഭാവിക വീർക്കല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ചൊല്ലാളൊക്കെ അവിടുന്ന് ഞാൻ ചൊല്ലി പറഞ്ഞു. അപ്പൊ ബലൂണ് ചുങ്ങണമാതിരി ഇത് ഇങ്ങനെയാണ് ചുങ്ങിപ്പോയി. പക്ഷേ പിന്നെയും ഒരു ചെറിയ വീർപ്പ് ഇങ്ങനെ ചെറുതായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഞാൻ സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ടവല് പൊത്തിയിട്ട് ഇങ്ങനെ സ്കരിച്ചു വന്നപ്പോ കുറെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു, ഉസ്താദ് എന്താ ഇങ്ങനെ പൊത്തിക്കണ്? അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കാം, ഒന്നായിട്ട് വീർത്തിനാണ്. സംസാരത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ എനിക്ക് ക്ലാസ് അത്തിപുരസ്താദിന്റെ മഹലിൽ ഉസ്താദിന്റെ ഫതഹുൽ ഫത്താഹില. അപ്പൊ ഉസ്താദിന്റെ ഇങ്ങനെ കാത്തിക്കാണ് ക്ലാസ് തുടങ്ങാൻ ദ്വാരക്കാൻ വേണ്ടി വരാൻ. ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു, ക്ലാസ് എടുക്കണമെങ്കിൽ ആദ്യം ഇതിനെ തീരുമാനം കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധത്തിന്റെ ഊക്കൊണ്ട് ഞാൻ സ്നേഹത്തിന്റെ ലഹരിയിൽ ചിലതൊക്കെ അങ്ങനെ പറയും. ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ്, വലിയ ബന്ധം. അപ്പൊ ഞാൻ ആ ഒരു സ്നേഹാധിക്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു, ക്ലാസ് എടുക്കണമെങ്കിൽ ഇതിനൊരു തീരുമാനം കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് വെച്ചത് എന്താന്ന് വെച്ച്, അതൊന്നും എനിക്കറിയില്ല, ഇന്നലെ വേള ഞാൻ ഇപ്പോൾ കണ്ടാണ്, ഇതിനേക്കാളുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ മന്ത്രിച്ചു ഇപ്പോൾ കുറച്ചാണ് ചുരുങ്ങിയതാണ്, ഇപ്പോൾ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, ഇതിന് തീരുമാനം ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പാണ്ട് ചിരിച്ചിങ്ങാണ്ട് ഈ വീർത്ത സ്ഥലത്ത് ഒരറ്റടിയാ, അതിലാണ്ട് പോയി. എവിടേക്ക് ഇത് കിട്ടിപ്പോയി എന്നറിയില്ല. നിങ്ങളത് വീർത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അടിച്ച എങ്ങനെ ഉണ്ടാകുക? മരുന്നുകൊണ്ട് മാറുന്ന 2 ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും. അടിച്ച സാധനം ഇത് പൊട്ടില്ല വേണ്ടത്. ഉസ്താദ് ഒരു അറ്റ അടിയാണ്ടെന്നു. പിന്നെ ഈ സാധനം എവിടുക്ക പോയി എനിക്കറിയില്ല.
കാരണം അവരെ കയ്യേന് പറ്റും. ഞാൻ ലക്ഷദ്വീപിൽ വേദനയപ്പോ അവിടുത്തെ ഒരു മാഷിനോട് പറഞ്ഞു, നമ്മളിപ്പോ ഇപ്പോഴും നമ്മളെ പ്ലാറ്റ്ഫോമിലുള്ള ചില വലിയ ആളുകളെ നമ്മളൊന്ന് അറിയാൻ വേണ്ടി പറയാണ് ഞാൻ. അവരൊക്കെ നമ്മളെ കൂടെ ഉള്ളത്, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ലക്ഷദ്വീപിൽ അവിടുത്തെ ഒരു മാഷിനോട് പറഞ്ഞു, ചെവിക്ക് വല്ലാത്തൊരു പ്രശ്നം, ആ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് ഒരു സർജറിക്ക് വേണ്ടി വന്നതാണ്. അപ്പൊ ആ ഭാഗത്ത് മജ്ലിസിനൂർ എന്തോ പരിപാടിക്ക് അത്തിബർസ്ഥാൻ വന്നപ്പോ ഇദ്ദേഹം അത്തിബർസ്ഥാന്റെ കൂടെ വണ്ടിയിലാണ് കയറിയിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞു, എന്റെ ചെവിടിന് ഭയങ്കര പ്രയാസമുണ്ട്, ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ദിവസം ഒന്നും മുണ്ടില്ല, ഇങ്ങനെ കേട്ടിരിക്കണ്ട്, സലാമത്താക്കും അങ്ങനെ പറയുന്നുണ്ട്. ഇയാളൊരു അത്തിപ്പറ്റ എത്താൻ നേരത്തെ ഞാൻ ഒന്ന് ഉറക്കം ഇങ്ങനെ വന്നിട്ട് എന്റെ ചെവിടിന് ഉസ്താദ് നല്ല വേദന ഉണ്ട് പറഞ്ഞു. അപ്പൊ ആ വേദനയുള്ള ചെവിടിന്റെ ഭാഗത്ത് ഒരറ്റ അടിയാണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ ഇല്ല, വേദന ഇല്ല പറഞ്ഞു, ഇപ്പൊ അടിമ ഒതുങ്ങിക്കണെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. ഞാൻ കരുതിയിട്ട് നാളെ ഭാര്യ ചെവിടുവാനുണ്ട് എന്ന് അടിക്കാൻ പോണ്ടങ്ങള്, നമ്മൾ അടിയും കയ്യൊന്നും അതിന് പറ്റൂല, അത് വേറെ റൂട്ട് തിരും വേറെ എടുക്കില്ലാവും. അതാണ്ടാല് നമ്മൾ അങ്ങനല്ലേ മുസൈലമത്തിലൊക്കെ അതാ കള്ളപ്രവാചനം, നമ്മളാ കൂട്ടത്തിൽ പെട്ടോന്നല്ല കേട്ടോ. നമ്മളെ കൈക്ക് ആ ഗുണമില്ലാന്ന് ഞങ്ങളോട് ഉറപ്പിച്ചു അറിയില്ല. നമ്മളെ കൂട്ടത്തിലും ആ ബർക്കത്തും ഗുണക്കുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഞാൻ തമാശാക്കിയതാണ്. പക്ഷേ മുസൈലിമത്തുൽ കദാബിന്റെ അടുത്തേക്ക് അയാളൊരു അനുയായി, കള്ളപ്രവാചകന് ഒരു അനുയായി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചെങ്കണ്ണ നിങ്ങൾ മാറ്റി തരണം എന്ന് പറഞ്ഞു. അതിന് മുസൈലിമത്തുൽ കദാബ് പറഞ്ഞു, ചെങ്കണ്ണ എങ്ങനെ എനിക്ക് മാറ്റി തരാൻ പറ്റണമെന്ന് വെച്ചു. അല്ല മുഹമ്മദ് മാറ്റി കൊടുക്കലുണ്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പകരം നബിയായിട്ട് വന്നതാ. എല്ലാ ഹക്കിനും ഒരു പകരം ബാത്തിൽ വേറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അന്ന് നബിക്ക് പകരമായിട്ട് ഒരു പുതിയ നുബൂവത്ത് വായിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് മുസൈലിമത്തുൽ കദാബ്. അപ്പോ ഈ അനുയായി വന്നപ്പോ എനിക്കിപ്പോ ചെങ്ങണ്ണൊന്നും മാറ്റി തരാൻ പറ്റില്ല എന്നപ്പോ അനുയായി പറഞ്ഞു, മുഹമ്മദ് നബി എന്നുള്ള ആള് മാറ്റി കൊടുക്കലുണ്ടല്ലോ ചെങ്ങണ്ണ്, പിന്നെ അദ്ദേഹത്തിന്റെ മരുവന് അലിയാരെ ചെങ്ങണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ മുസൈലിമത്തുൽ കദാബ് പെട്ടല്ലോ, എങ്ങനെ മാറ്റിയെന്ന് വെച്ച്, ചെങ്ങണ്ണുള്ള ആളാ പിന്നെ കണ്ണുക്ക് മുഹമ്മദ് ഉമനീര് പറ്റിയാലും മുഹമ്മദിന്റെ ഉമനീര് തോണ്ടി പറ്റിയാലും ചെങ്ങണ്ണ് മാറലുണ്ട് പറഞ്ഞു. അതിൽ മുസൈലിമത്തുൽ കദാബ് ഇപ്പൊ പറ്റിയാ പിന്നെപ്പിലും മാറിക്കോളെന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു, എന്നാ അവിടെ ഇരിക്കും ഞാൻ പറ്റി തരാറുണ്ട്. എന്നിട്ട് മൂപ്പരെ തൊള്ളേക്ക് കൈയിട്ട് ആ ചെങ്കണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് ആ ബടക്കട്ട തൊള്ളേക്ക് കൈയിട്ട് എന്നിട്ട് ഉമ്മരി ഇങ്ങനെ എടുത്തിട്ട് ഈ വന്ന് പറഞ്ഞ ആളെ ചെങ്കണ്ണുള്ള ഭാഗത്തേക്ക് ഇതാണ്ട് പറ്റി കൊടുത്തപ്പോ യഥാർത്ഥ കണ്ണു രണ്ടും ഒപ്പാണ് പൊട്ടിപ്പോയി. കണ്ട മഹാ അത്ഭുതം നടന്നത്. പക്ഷെ ഉൾട്ടായിന്ന് മാത്രം, സൊക്കട് മാറല്ലേ ചെയ്തത്, കുഴപ്പമില്ലാത്ത കണ്ണും ഇതും രണ്ടും കൂടി ഒപ്പാണ് പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഒന്നിന് പകരാവുമ്പോ പകരാവൂലല്ലോ. എന്ത് കളി കളിച്ചാലും ഹക്കിന് ബാത്തില് പകരാവൂല. എന്ത് കളി കളിച്ചാലും ബാത്തിലിന്റെ അഹ്ലുകാരുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളെ മഹാന്മാരൊക്കെ പോയ പോക്കുകൾ നോക്കൂ. അങ്ങനെ ആ മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമ വഫാത്തായത്. നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരല്ലേ? അല്ലേ? അവിടെ കാണുന്ന ആ ഫോട്ടോ അതാരാ? ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഉസ്താദാണ്. ഏതാണ് ഉസ്താദിന്റെ പേര്? ചെറുവാളൂർ ഉസ്താദ്. നിങ്ങൾ പരിചയമുള്ള ആളല്ലേ? ചെറുവാളൂർ ഉസ്താദ് നിങ്ങൾ പരിചയം ഇല്ലേ? എന്നാ ഞാൻ പറഞ്ഞോണ്ട് കേട്ടോളി. ചെറുവാളൂർ ഉസ്താദിന് 2 ചവിടിനും കുഴപ്പമുണ്ടായിരുന്നല്ലോ. എങ്ങനെ മാറിയത്? ചെറുവാളൂർ ഉസ്താദിന് ഞാൻ ചെറുവാളൂർ ഉസ്താദ് നിൽക്കുന്ന ജില്ലയിലെ അദ്ദേഹത്തിന്റെ മോന്തായത്തിൽ വന്നിട്ട് ഈ കള് പറഞ്ഞാൽ കൂട്ടർ നാളെ എനിക്ക് വാദം പറയാൻ പറ്റുമോ? കാരണം നിങ്ങൾ അന്വേഷിക്കൂല അദ്ദേഹത്തിനോട്. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാദനത്തിന് അർത്ഥം ഉണ്ടോ? അല്ല ഉണ്ടോ? അപ്പൊ നിങ്ങളെ നിർത്തിയിട്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹത്തിന്റെ മോന്തായത്തിൽ വന്നിട്ടല്ലേ ഞാൻ ഈ പറയണത്. ചെറുവാളൂർ ഉസ്താദിന് ഒരു സമയത്ത് ദർശെടുത്താൻ പറ്റിയില്ല. ദർശെടുത്തുമ്പോ വേദന, ചെവിട് കേൾക്കണില്ല. കുട്ടികൾ വായിച്ചാൽ കേൾക്കണില്ല, ആണ്ട് വായിച്ചു കൊടുക്കാൻ പറ്റണില്ല. ചെറുവാളൂർ ഉസ്താദ് ഡോക്ടർമാരെടുത്ത് പോയപ്പോ ഡോക്ടർമാര് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് വലിയ സംഖ്യം പറഞ്ഞ് മാരക രോഗമാണെന്നും പറഞ്ഞു. അന്ന് മഹാനായ ശംസുൽ ജീവിച്ചിരിക്കുന്ന കാലാണ്. ചെറുവാളൂർ ഉസ്താദ് ശംസുലുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. ചെറുവാളൂർ ഉസ്താദ് എന്ത് ചെയ്തേ നിങ്ങൾ ചോദിച്ചു നോക്കി. ശംസുലുമാന്റെ വീട്ടിൽ കണ്ടുപോയി. അവിടെ പോയിട്ടാണ് കരഞ്ഞു, സഹേ ഷെയ്ഖോനെ എനിക്ക് ദർശെടുത്താനും വയ്യ, എനിക്ക് ചെവിടും കേൾക്കണില്ല, ഇനി ഞാൻ മെല്ലെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ചെവിട് വേദന ആകണമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറെ കാണിച്ചോന്ന് വെച്ചു. ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ ചെയ്യാനാണ് പറയണേ. അപ്പൊ ശംസുൽ എന്ത് പറഞ്ഞോ, ആ ഓപ്പറേഷനും വേണ്ട, അങ്ങനെ ഓപ്പറേഷൻ വേണമെങ്കിൽ അത് ദാവൂദുൽ ഹക്കീം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തോളും, ഞാൻ മുത്തുപേട്ടയിൽ കിടക്കുന്ന ദാവൂദുൽ ഹക്കീമിനെ ഈ കേസ് ഏൽപ്പിച്ചോളാം, നിങ്ങൾ പോയിട്ട് ദർശനത്തിൽ കൂടി. അത് കിടന്ന കിടത്തത്തിൽ പറയണമെങ്കിൽ ഈ പറയണ ആരായിരിക്കണം? ആ ഉറപ്പിനാണ് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ആൾ ആരായിരിക്കണം? നമ്മളെന്താ ചിന്തിക്കാത്തത്? നമുക്ക് കുറച്ച് ബോധമല്ലേ? അത് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് പണം വെച്ചിട്ടില്ല, നമുക്ക് ചിന്തിച്ചൂടെ? ഞാൻ ചെറുവാളൂർ ഉസ്താദിനെ കുറിച്ച്, ചെറുവാളൂർ ഉസ്താദിന്റെ സ്ഥാപനമുള്ള തൊട്ടടുത്ത് വന്നിട്ട് ചെറുവാളൂർ ഉസ്താദിന്റെ കൈ നാളെ മറ്റന്നാളെ പിടിക്കാൻ പോകണം നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞാല്, ചെറുവാളൂർ ഉസ്താദ് വന്നിട്ട് അത് മൂപ്പര് വിടുന്ന വെടിയിൽ ഒരു വെടിയാണെന്ന് പറഞ്ഞാല് മറ്റന്നാൾ എനിക്ക് എവിടെ വേളുള്ളത് നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കൂലേ? അല്ല ചോദിക്കൂല്ലേ? അല്ലെ പിന്നെ നിങ്ങളൊന്നിനും പറ്റൂല ചോദിക്കൂലേ? എന്നിട്ട് എന്റെ വേള് നടത്തുന്നിടത്തേക്ക് ഇവിടുന്ന് 2 വണ്ടി ആള് വരൂലേ? എന്തെങ്കിലും ഉണ്ടാക്കണ വരൂലേ?
ഞാനിങ്ങനെ കളവ് പറയും നിങ്ങളോട്. നിങ്ങൾ ചെറുവാൾ ഉസ്താദിനോട് ചോദിച്ചു. ചെറുവാൾ ഉസ്താദ് ശംസുലും എടുത്തു പോയ ശംസുലും പറഞ്ഞു അത് ഓപ്പറേഷൻ വേണ്ട, വേണമെങ്കിൽ അത് ദാവൂദിലാക്കി വന്ന് ചെയ്തോളും, ഞാൻ അവരെ ഏൽപ്പിച്ചോളാം, നിങ്ങൾ പോയിക്കോളി. ചെറുവാൾ ഉസ്താദ് നേരെ പോയി. ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഷൊർണൂരിൽ വണ്ടി ഇറങ്ങിയപ്പോ ഒരു ഉച്ച സമയത്താണ് എൻ്റെ ഓർമ്മ. മയങ്ങാൻ വേണ്ടി പള്ളിയിൽ കിടന്നു. പള്ളിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ രോഗമായിട്ട് കിടക്കല്ലേ, ശംസുലും അങ്ങനെ പറയും ചെയ്തിക്കണ്. ഒരു വലിയ മനുഷ്യന് കൂടെ വേറെ കുറെ മനുഷ്യന്മാര് ചെറുവാൾ സ്ഥാനത്തേക്ക് വരികയാണ് സ്വപ്നത്തിൽ. ഇത് യഥാർത്ഥ സ്വപ്ന, തപ്പിയ കിട്ടുന്ന സ്വപ്നമാണ്, തപ്പിയ കിട്ടാത്തതല്ല, തപ്പിയ കിട്ടുന്നതാണ്. കുറെ ആളുകളെ നേതൃത്വത്തിൽ വരികയാണ്. വന്നുകാണ്ട് കുറെ കത്തിയും സാധനങ്ങളൊക്കെ ചവിട്ടിലിട്ട് ഇങ്ങനെ തിരിക്കുകയാണ്. ഓപ്പറേഷൻ നടത്തുക. നിങ്ങൾ ചോദിച്ചു നോക്കി, ഇത് സ്വപ്നാണ്, ഇങ്ങനെ തിരിക്കാണ്. അപ്പോ നീണ്ട വലിയ മനുഷ്യന് നിർദ്ദേശം കൊടുക്കുന്നു, കൂടെയുള്ള ആൾക്കാർ പണിയെടുക്കുന്നു. അങ്ങോട്ട് ഇരിക്കും, മറ്റോടത്തേക്ക് മതി മതി. ഇതിനിടയിൽ ചെറുവാൾസാണ് ഉണന്നു. ഉണന്ന് നോക്കുമ്പോ ചെവിട് കേൾക്കുന്നുണ്ട്, വേദന പോയി ചെയ്തിക്കണ്. തുണിയും കുപ്പായത്തിൽ നോക്കുമ്പോ ചോരയുണ്ട്. അപ്പൊ ശംസുലുമാരാ, അവർക്ക് ഔലിയാക്കളായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മളെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫാത്തിഹ കൊടുത്തേക്കാണ്. അവിടെ കിട്ടിക്കണമെന്ന് വിവരം കിട്ടിക്കണോ? നമ്മൾ കോയിനറക്കുന്നുണ്ട്, ആടിനറക്കുന്നുണ്ട്, പോത്തിനറക്കുന്നുണ്ട്, ഫാത്തിഹ യാസീൻ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അവിടെ കിട്ടിക്കണമെന്ന് വലിയ പുറത്തുണ്ട് നമുക്ക്. പക്ഷെ അവർക്ക് കിട്ടിയിട്ട് തിരിച്ച് വിവരം കിട്ടുന്ന ആൾക്കാരാ മഹാന്മാരായ ശംസുലുമേ. അവരെ പിന്നിൽ നമ്മളെങ്ങനെയാണ് നിന്നാ മതി. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പരിഹസിക്കുന്ന ആളുകൾക്ക് ക്ലിപ്പിംഗ് ഇടണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആർക്ക് അന്വേഷിച്ചാലും പെട്ടെന്ന് കിട്ടുന്ന നിങ്ങളുടെ നാട്ടിലുള്ള ഉദാഹരണം പറയുന്നത്. എനിക്ക് എന്റെ നാട്ടിലുള്ളത് പറയാനുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളത് പറയാനുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഔലിയാക്കളുടെ പിന്നാലെ നമ്മൾ നടന്നാൽ അൽ മർഉ മഅ മൻ അഹബ്ബ, ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ശംസുൽ വഫാത്തായ ദിക്ർ ചൊല്ലിയിട്ടാണ്, കണ്ണീത്ത് ഉസ്താദ് വഫാത്തായ ദിക്ർ ചൊല്ലിയിട്ടാണ്, കെക്ക് ഉസ്താദ് വഫാത്തായ ദിക്ർ ചൊല്ലിയിട്ടാണ്, കെ വി ഉസ്താദ് വഫാത്തായ ദിക്ർ ചൊല്ലിയിട്ടാണ്, നാട്ടിക ഉസ്താദ് വഫാത്താതെ ദിക്ർ ചൊല്ലിയിട്ടാണ്, ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്താതെ ദിക്ർ ചൊല്ലിയിട്ടാണ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താതെ ദിക്ർ ചൊല്ലിയിട്ടാണ്. അടുത്ത കാലത്തായി നമ്മൾ മാനസികമായി തളർത്തിയുന്നു. വേർപാടിന്റെ വിരഹ ദുഃഖോ ഒരു വ്രണം പോലെ മനസ്സിൽ പതിഞ്ഞുകൊണ്ട് നീറ്റലും ചീറ്റലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ചില മഹാന്മാർ പരലോക പൗരത്വം സ്വീകരിച്ചില്ല. മഹാനായ തൊഴിയൂർ ഉസ്താദ് വഫാത്തായില്ലേ, ദിക്ർ ചൊല്ലിയില്ലേ. പാറന്നൂർ ഉസ്താദ് ളുഹാ നിസ്കരിച്ച് ദിക്റും ചൊല്ലിയല്ലേ വഫാത്തായത്. ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ ഉറക്കെ ദിക്ർ ചൊല്ലിയിട്ടല്ലേ വഫാത്തായത്. അന്നേ ദിവസം ഭാര്യയോട് നന്നായി കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കുളിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ കുളിയാണെന്ന സൂചന കൊടുത്തു. എന്നിട്ട് ദിക്റും ചൊല്ലി വഫാത്തായില്ലേ. സമസ്തക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുമ്പോഴേക്ക് കണ്ടോ ബറക്കത്ത്, കണ്ടോ മഹാനായ സിന്നുൽ ഉലമാ ദിക്ർ ചൊല്ലി വഫാത്തായില്ലേ. മഹാനായ ശൈഖു മശായിഖിന കോയക്കുട്ടി ഉസ്താദ് വഫാത്തിന്റെ അന്ന് മക്കളെയും ബന്ധുക്കളെയൊക്കെ വിട്ട് അതാ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്റ്റേജിൽ വെച്ചുകൊണ്ട് അനുയായികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന സകല ദിക്റുകളും ചൊല്ലിപ്പിച്ചിട്ട് അവസാനം ഉറക്കെ ദിക്ർ ചൊല്ലി യാസീൻ കേട്ട് വഫാത്തായില്ലേ. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ് ഉറക്കെ ദിക്ർ ചൊല്ലി വഫാത്തായില്ലേ. മിണ്ടാതെ ബോധമില്ലാതെ കിടക്കുന്ന ബാപ്പു ഉസ്താദ് വഫാത്തിന്റെ സമയത്ത് ജമലുള്ളി തങ്ങൾ പാപ്പ ബാപ്പു ഉസ്താദിന്റെ റൂമിൽ വെച്ചുകൊണ്ട് 5 തവണ ആവർത്തിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ മടക്കി മടക്കി ആവർത്തിച്ച് പാരായണം ചെയ്തു. ബഹുമാനപ്പെട്ടവർ ചക്രശ്വാസം വലിക്കുന്നത് കണ്ടപ്പോ ജമലുള്ളി തങ്ങൾ പാപ്പ മനസ്സിലാക്കി ഇത് സമസ്തക്ക് വേണ്ടി ഓടി നടന്ന മഹാനാ. സമസ്തയുടെ നേതാക്കളൊക്കെ ദിക്ർ ചൊല്ലി വഫാത്തായവരാണ്. ബോധമില്ലാതെ കിടന്നാൽ എന്താ, അല്ലാഹു വലിയവനല്ലേ എന്ന പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട ജമലുള്ളി തങ്ങൾ പാപ്പ ശൈഖുന ബാപ്പു ഉസ്താദിന് പ്രയാസപ്പെട്ട് ചക്രശ്വാസം വലിച്ചു കിടക്കുമ്പോ ഉറക്കെ അങ്ങ് ദിക്ർ ചൊല്ലി കൊടുത്തപ്പോ ബാപ്പു ഉസ്താദിന്റെ ചുണ്ടങ്ങ് ചലിക്കുകയാ. അല്ലാഹുവേ, ആ മഹാന്മാർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ഞാൻ നിർത്തി.
നിങ്ങൾ എന്തിക്ക് ഞമ്മക്കും ദിക്റില്ലേ പോണ്ടേ? അല്ല പോണ്ടേ, ഞമ്മക്കും ദിക്റില്ലേ പോണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞാൽ തീരൂല നമ്മളെ മഹാന്മാരെ കുറിച്ച്. അതുകൊണ്ട് ഞമ്മക്ക് ഒന്നുമില്ല, നമ്മൾ അവരെ പങ്കിട്ട് നിന്നാൽ, ഉമ്മാരെ പെങ്ങന്മാരെ നിങ്ങളൊക്കെ കുട്ടികളെ നിങ്ങൾ ആലിമ്യങ്ങളുടെ കൂടെ സമസ്തയുടെ പ്രവർത്തകന്മാരായിട്ട് വിട്ടുകൊടുക്കുക. മഹാനായ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് പോലെയുള്ള മഹാന്മാരെ പേരിൽ എപ്പോഴും ഫാത്തി യാസീന് കോതുക. അവരൊക്കെ കറാമത്ത് പറഞ്ഞിരുന്ന ആളുകൾ മാത്രമല്ല, കാണിച്ചു കൊടുത്തിരുന്ന ആളുകളാണ്. അവരെ അള്ളാഹുവിനെ വല്ലാതെ ബന്ധമുള്ള ആളുകളാണ്. അവർ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. അവർ സ്ഥാപിച്ച ഈ പ്ലാറ്റ്ഫോമിൽ ഹൃദയം പതറാതെ, ചിന്ത ചിതറാതെ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞ മഹാന്മാരല്ലാത്തൊരു ഒരുപാട് എല്ലാവരുടെ പേരിലും ഒരു ഫാത്തി ഓതിയിട്ട് ചെറിയ ദുആയോട് കൂടിയിട്ട് നമുക്ക് നിർത്താം. ബക്കറ്റ് പിരിവില്ലേ? പിരിവിന്റെ കാര്യം ഇവിടെ ഇല്ലല്ലേ? ഇല്ല.